ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ കവചം അഴിച്ചു നൽകുമ്പോൾ അത് ചെമ്പായിരുന്നോ സ്വർണമായിരുന്നോ എന്നുള്ള തർക്കമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് സ്വർണമായിരുന്നു എന്നതിന് 100 തെളിവുകൾ ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. 38 കിലോയെ തിരിച്ചു വന്നുള്ളൂ. അന്നേരമാണ് ഞാൻ പറഞ്ഞത് ചെമ്പ് പാളിയാണ്. എ പത്മകുമാർ അസന്ദിഗ്ധമായി പറയുന്നു, ആ പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്ത ആ പാളി ചെമ്പ് തന്നെയായിരുന്നു എന്ന്. ഈ 2 ചിത്രങ്ങളിലും സ്പഷ്ടമായി കാണാം ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞിരിക്കുന്നത്. അത് എക്സിക്യൂട്ടീവ് ഓഫീസർ ചെമ്പെന്നും പറഞ്ഞ് കൊടുക്കുമ്പോൾ അതൊന്ന് പുനഃപരിശോധന നടത്താനും അല്ലെങ്കിൽ നമ്മുടെ അവിടെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. പത്മകുമാർ പ്രസിഡന്റായിട്ട് വരുമ്പോൾ അവിടെ ചെമ്പ് പാളിയാണോ ഉണ്ടായിരുന്നത്? അതല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ചിത്രം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. പര്യാപ്തമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസും BJPയും. ദേവസ്വം വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിൽ കൃത്യമായ വിവരങ്ങൾ നൽകാതെ ഉരുണ്ട് കളിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 2019 മാർച്ചിൽ ശബരിമലയിലെ സ്വർണ്ണവാതിൽ മാറ്റി സ്ഥാപിച്ചപ്പോഴും ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളി തന്നെയെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു. അതിനിടയിൽ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായി ദേവസ്വം ഫണ്ട് ചെലവഴിച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. ഒപ്പം ഡെലഗേറ്റ്സിനായി ചെലവഴിച്ച ലക്ഷങ്ങളുടെ കണക്കും. അയ്യന്റെ പേരിൽ എന്തൊക്കെ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് K അനിൽകുമാർ CPM-ൽ നിന്ന്, JS അഖിൽ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് BJPയിൽ നിന്ന്, CR രാധാകൃഷ്ണൻ ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ആദ്യം ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം കാണാം. ഒരു പോറ്റ് മാത്രം വിചാരിച്ചാൽ ഇത്തരം സാധനം ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇതിന്റെ പിന്നിൽ വൻ ശക്തികൾ എന്റെ പുറകിലുണ്ട്. ഒരു CBIയുടെ തന്നെ അന്വേഷണം വെച്ചുകൊണ്ട് ആ കാലത്ത് ആരാണെന്ന് കണ്ടെടുത്ത് അവരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കുവാനും ഗവൺമെന്റ് തയ്യാറായാൽ നന്നായിരിക്കും. ചില അവസരം ലഭിക്കാത്ത രാഷ്ട്രീയക്കാർക്ക് അവസരം കൊടുക്കുന്ന ഇടമായിട്ടോ ദേവസ്വം ബോർഡുകൾ മാറ്റാതെ. ഈ വിഷയത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ചില നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് കാണാം. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചാൽ ഉള്ള അവസ്ഥയെന്ന് പറയുന്നത് ഇന്ന് ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു റിപ്പോർട്ട് ആയിരിക്കില്ല വരാൻ പോകും. CBI വരണം. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ കളവ് കൊണ്ടുപോയവരെ കണ്ടുപിടിക്കേണ്ട ബാധ്യത മഹാഭക്തനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കണം. 2019 ശേഷമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന് തന്നെയാണ്. വിശ്വാസികളുടെ മനസ്സിന് ഏറ്റ ആ വ്രണം, ആ മുറിവ് നികത്താൻ വേണ്ടി നിഷ്പക്ഷമായ അന്വേഷണം നടത്തി അതിന്റെ പവിത്രത സംരക്ഷിക്കട്ടെ. നമുക്ക് വിശദമായ ചർച്ചയിലേക്ക് കടക്കാം. ആദ്യം ശ്രീ CR രാധാകൃഷ്ണൻ. ശ്രീ CR രാധാകൃഷ്ണൻ, ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിട്ട ചിത്രങ്ങളിലടക്കം വ്യക്തമാക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ തന്നെ ദേവസ്വത്തിന്റെ രേഖകളിലടക്കം 98-ൽ പുറത്തിറങ്ങിയ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളിലടക്കമൊക്കെ വ്യക്തമാക്കുന്ന സ്വർണം പതിച്ച പാളികൾ എന്നുള്ളത് ചെമ്പാണ് എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കണ്ടു. അത് ചെമ്പല്ല എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പറയാൻ കഴിയുന്ന, അന്നു തന്നെ സ്വർണം പതിപ്പിച്ച് പുതിയ ശ്രീകോവിൽ ഏറ്റുവാങ്ങിയതിനെ അടക്കം ആ കാലത്തെ പത്രവാർത്തകളടക്കം നമ്മൾ മുന്നോട്ട് വെച്ചു. അപ്പോഴും അതിനെ തള്ളിക്കളയുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഇന്നിപ്പോൾ നമുക്ക് 2019-ലെ ചിത്രങ്ങളടക്കം മുന്നോട്ട് വെക്കുകയാണ്. ചെമ്പാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ എന്തിനാണ് ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷവും? ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും ശബരിമലയെയും സംബന്ധിച്ചിടത്തോളം ഈ ചിത്രങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മളിപ്പോൾ പല രേഖകളിൽ കണ്ടതിനേക്കാൾ വളരെ ആധികാരികമായ ഇതിൻ്റെ ഈ വാല്യുബിൾസിൻ്റെ തിരുവാഭരണത്തിൻ്റെ റെക്കോർഡുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസുകളിലെല്ലാം ലഭ്യമാണ്. അപ്പോൾ അതനുസരിച്ച് 1998 UB ഗ്രൂപ്പ് ഇതിൻ്റെ പണികൾ തീർന്ന മുറയ്ക്ക് തന്നെ എത്ര ഗ്രാം സ്വർണം, എത്ര കിലോ സ്വർണം ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ സ്തൂപികയിൽ എത്ര, ചുവറുകളിൽ എത്ര, ദ്വാരപാലകളിൽ എത്ര, ഇങ്ങനെ ആ കതകുകളിൽ എത്ര ഇന്ന് കണക്കാക്കി ഇത് ഹാൻഡ് ഓവർ ചെയ്ത മുറയ്ക്ക് ദേവസ്വം ബോർഡിൻ്റെ തന്നെ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലെ തന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നിയന്ത്രണത്തിലും സൂക്ഷിപ്പുമുള്ള ഈ വിലപിടിച്ച ഉരുപ്പടികളുടെ ഒരു രജിസ്റ്റർ ഉണ്ട്. അതിൻ്റെ 4-ാം നമ്പർ രജിസ്റ്റർ തിരുവാഭരണ രജിസ്റ്റർ എന്നാണ് പറയുന്നത്.
ആ രജിസ്റ്ററിൽ ഇതിൻ്റെ അളവ്, ഇതിൻ്റെ ഏകമാനം, അതിൻ്റെ മൂല്യം, ഇതിൻ്റെ മാറ്റ് ഇതെല്ലാം രേഖപ്പെടുത്തി നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം, ഏറ്റെടുക്കുന്നത് വരെ അതുണ്ടാവില്ല, നമ്മൾ ഒരു ഭക്തൻ സമർപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ എൻട്രി അവിടെ 4-ാം നമ്പർ രജിസ്റ്ററിൽ തിരുവാഭരണ രജിസ്റ്ററിൽ ഉണ്ടാവുന്നു. അപ്പോൾ ആ രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ തന്നെ നമ്മൾ ഏറ്റെടുത്ത കാലത്ത് ഈ ശ്രീകോവിലിൻ്റെ റൂഫിൽ മേൽക്കൂരയിൽ എത്ര സ്വർണ്ണമുണ്ട്, അതിൻ്റെ ഭിത്തികളിൽ എത്ര സ്വർണ്ണമുണ്ട്, അതിൻ്റെ സ്തൂപികയിൽ എത്ര സ്വർണ്ണമുണ്ട്, ദ്വാരപാലക വിഗ്രഹങ്ങളിൽ എത്ര സ്വർണ്ണമുണ്ട്, ഇത് നമ്പരിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, ഉറപ്പാവും. അതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പാലിച്ചു വരുന്ന ഈ തിരുവാഭരണങ്ങളുടെ അല്ലെങ്കിൽ ഭരണിപാത്രങ്ങളുടെ അക്കൗണ്ടിങ് സിസ്റ്റം. അത് അവിടെയും നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും. കാരണം ഈ ദേവസ്വം ബോർഡ് ഉണ്ടായിട്ട് 75 വർഷമായി. ഈ 75 വർഷമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിലുള്ള ഒരു ക്ഷേത്രങ്ങളിലും ഈ ഭക്തന്മാർ ഏൽപ്പിച്ചു പോകുന്ന രസീത് എഴുതി അക്കൗണ്ട് ചെയ്യപ്പെടുന്ന ഒരു തിരുവാഭരണങ്ങളും അങ്ങനെ നഷ്ടപ്പെട്ടതായി നമുക്ക് ഇതുപോലുള്ളൊരു കോലാഹലം നമുക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടായത്, ഇത് ചെമ്പായത് ഈ രജിസ്റ്ററിലെ ഈ റെക്കോർഡിങ്ങിന് വിരുദ്ധമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, അടുത്ത ശങ്കുട്ടിദാസ്. അതുപോലെ തന്നെ ഇതിന്റെ പിന്നെ അറ്റകുറ്റപ്പണി തീർക്കുന്നതിനൊക്കെ രേഖകൾ പ്രത്യേകമുണ്ട്. ശരി, അടുത്ത ശങ്കുട്ടിദാസ്, ഇപ്പോൾ നടക്കുന്ന ഈ വിജിലൻസ് അന്വേഷണത്തിൽ, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ആധികാരികമായ രേഖകളടക്കം കണ്ടെത്തി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണെങ്കിൽ തീരുന്ന ആശങ്കകളെ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉള്ളോ? അല്ല, ഒരിക്കലും അല്ല. നോക്കൂ, ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടു എന്നത് ഇനി ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. 1999 തന്നെ വിജയ് മല്യ സ്വർണം പൂശിയത് പോലുമല്ല, ഗോൾഡ് ക്ലാഡിംഗ് ആണ് നടത്തിയത്, ഗോൾഡ് പ്ലേറ്റിംഗ് അല്ല. ചെമ്പിൻ്റെ മോൾഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കനം കുറഞ്ഞ സ്വർണത്തിൻ്റെ തകിട് പിടിപ്പിക്കുന്ന സ്വർണം പൊതിയലാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അന്നത്തെ മേൽനോട്ടക്കാരനായിരുന്ന സെന്തിൽനാഥ് പറയുന്നത് മൊത്തം ശ്രീകോവിലിന് 30 കിലോ സ്വർണവും ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് 2.5 കിലോ സ്വർണവും ഈ പറയുന്ന പൊതിയലിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്വർണം പൊതിഞ്ഞിരുന്ന ശ്രീകോവിൽ തന്നെ രണ്ടാമത് സ്വർണം പൊതിയാൻ വേണ്ടി 2019 ഒരു ഉത്തരവ് ഇറക്കുകയും അത് കേവലം ചെമ്പുപാളികളാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കൊടുത്തയക്കുകയും ചെയ്യുകയും മറ്റൊരു പുതിയ ഹൈദരാബാദിൽ നിർമ്മിച്ചിട്ടുള്ള പുതിയ ചെമ്പുപാളികൾ ഈ പറയുന്ന സ്വർണം പൊതിയാൻ വേണ്ടി ചെന്നൈയിൽ എത്തിക്കുകയും അത് സ്വർണം പൊതിഞ്ഞ് തിരിച്ചെത്തിക്കുകയും ചെയ്തപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള വഹകൾ ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല എന്നും 6 കൊല്ലമായിട്ട് അത് മിസ്സിംഗ് ആണെന്നും ഇതിനോടകം തന്നെ അത് നഷ്ടപ്പെട്ടിരിക്കാമെന്നുള്ള സ്വാഭാവിക അനുമാനത്തിൽ നമുക്ക് എത്താം. ഇനി ഇതിൻ്റെ കുറേ കണക്കുകളോ കാര്യങ്ങളോ ഒക്കെ സമർപ്പിച്ച് കണക്ക് ശരിയായി എന്ന് പറയുന്നത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ മുഴുവൻ മിസ്സിംഗ് ആണെന്നുള്ളതാണ് 17-ാം തീയതിയിലെ വിധിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത്. പർപ്പസ്ഫുള്ളി ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ മുഴുവൻ മൂടി വെച്ചിരിക്കുകയാണ്. അതായത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം 1999 വിജയ് മല്യ എത്ര സ്വർണ്ണമാണ് ഉപയോഗിച്ചത് എന്ന് ആധികാരികമായി പറയാൻ ഒരു രേഖയും അവരുടെ കൈവശത്തിൽ ഇപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് ഒരു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന ധൈര്യത്തോട് കൂടിയിട്ട് അവിടെ സ്വർണ്ണമേ ഉണ്ടായിരുന്നില്ല, അത് കേവലം ചെമ്പാണ് എന്ന് പറയാൻ പറ്റുന്നത്. അന്നത്തെ ചിത്രങ്ങൾ കാണിക്കുന്നത് കൃത്യമായി സ്വർണം തന്നെയായിരുന്നു അവിടെ നിന്ന് അഴിച്ചു മാറ്റിയത് എന്നുള്ളതാണ്. ആ 18-ാം പടിയിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്, ശ്രീകോവിലിന്റെ മുകളിൽ സ്വർണം പതിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും 20 കൊല്ലം കൊണ്ട് ഇത്രയും ആൾക്കാർ ചവിട്ടി കയറിയിട്ട് പോലും ഈ 18-ാം പടിയിലെ സ്വർണം പോലും ഇല്ലാണ്ടേ ആയിട്ടില്ല. എന്നാൽ ഇത്രയൊന്നും ആളുകളുടെ കരസ്പർശം പോലും ഏൽക്കാൻ സാധ്യതയില്ലാത്ത ഈ ദ്വാരപാലക ശില്പങ്ങളുടെ മേലെ ഉണ്ടായിരുന്ന ഇത്രയും കനമുള്ള സ്വർണം എങ്ങനെ 20 കൊല്ലം കൊണ്ട് പൂർണ്ണമായിട്ട് തേഞ്ഞു മാഞ്ഞു പോയി എന്ന ചോദ്യത്തിന് ഇവർക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ പറയുന്നത് എന്താണ്, അത് ചെമ്പായിരുന്നു, അത് സ്വർണമേ അല്ല എന്നുള്ള ഒരു പുതിയ വിചിത്രമായിട്ടുള്ള വാദമാണ്. ഇത് തെറ്റാണെന്ന് തെളിയിക്കണമെങ്കിൽ എന്ത് വേണം, 2019 മുൻപ് ഉണ്ടായിരുന്ന രേഖകൾ കാണിക്കേണ്ടി വരും. എന്നാൽ ഇൻവെന്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പീഠം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഈ തിരുവാറന്മുളയിലും അതേപോലെ തന്നെ ശബരിമലയിലുള്ള സ്ട്രോങ് റൂമുകൾ പരിശോധിച്ചിട്ടുള്ള സംഘം കണ്ടെത്തിയിട്ടുള്ള കാര്യം അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കണക്കും ഇല്ല എന്നുള്ളതാണ്. 99 മുതൽ വന്നിട്ടുള്ള സ്വർണത്തിന്റെ കണക്ക് എത്രയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു രജിസ്റ്ററും ഇല്ല. ഉള്ള രജിസ്റ്ററിൽ തന്നെ പേജുകൾ മിസ്സിംഗ് ആണ്. സ്വർണ്ണമൊക്കെ ചാക്കിൽ കൂട്ടിയിട്ട നിലയിലാണ് അവിടെ കാണപ്പെടുന്നത്. ഇങ്ങനത്തെ എന്താണ് ഒരു കെടുകാര്യസ്ഥതയും അനാസ്ഥയുമാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയേണ്ടതില്ലാത്തത് കൊണ്ട് മറച്ചു വെക്കുന്നതല്ല, അല്ലെങ്കിൽ പറയേണ്ടതില്ലാത്തത് കൊണ്ട് പറയാതിരിക്കുന്നതല്ല, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ആധികാരിക രേഖകൾ സഹിതം അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് വ്യക്തമാക്കാൻ ദേവസ്വം ബോർഡിന് കഴിയില്ല എന്നാണോ BJP വിചാരിക്കുന്നത്?
തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒന്നാമത് ഈ പറയുന്ന ദേവസ്വം വിജിലൻസ് ആണോ ഇങ്ങനത്തെ ഒരു കാര്യം അന്വേഷിക്കേണ്ടത്? ദേവസ്വം വിജിലൻസിന് FIR ഇടാനോ കേസെടുക്കാനോ ആളുകളെ അറസ്റ്റ് ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കടക്കാനോ ഒന്നും സാധിക്കില്ല. അത് ഒരു കേവല ഉദ്യോഗസ്ഥ സംവിധാനം മാത്രമാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളെ പറ്റി പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതിൽ കവിഞ്ഞിട്ടുള്ള അധികാരങ്ങളൊന്നുമില്ല. എന്നാൽ ഇവിടെ മിസ്മാനേജ്മെന്റിന്റെയോ മിസ്പ്ലേസ്മെന്റിന്റെയോ പ്രശ്നമല്ല, ഇത് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷന്റെ പ്രശ്നമാണ്. അവിടെ നടന്നിട്ടുള്ളത് തെഫ്റ്റാണ്, മോഷണമാണ്. ദേവന്റെ സ്വത്ത്, വിശ്വാസികൾ വിശ്വസിച്ച് സമർപ്പിച്ചിട്ടുള്ള സ്വത്ത്, അത് എന്താണ് ഹൈക്കോടതിയുടെ വിധിയിൽ എന്താ പറയുന്നത്? ഡെലിബറേറ്റ്ലി ഇത് ഗോൾഡ് ക്ലാഡ് ആയിട്ടുള്ള പ്ലേറ്റ്സിനെ കോപ്പർ പ്ലേറ്റ്സ് എന്ന് എഴുതി എന്നാണ് ഹൈക്കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് സ്വർണം പൊതിഞ്ഞിട്ടുള്ള പ്ലേറ്റുകളായിരുന്നു. എന്നാൽ ദേവസ്വം രേഖകളിലും മഹസറുകളിലും ഇത് ചെമ്പ് എന്ന് മനഃപൂർവ്വം എഴുതി വെച്ചു. അങ്ങനെ ചെയ്തത് എന്തിനാണ്? കാരണം സ്വർണം പൊതിഞ്ഞിട്ടുള്ള സംഗതി വീണ്ടും സ്വർണം പൂശാൻ പറ്റില്ല. അപ്പൊ ഇത് സ്വർണം പൂശാൻ വേണ്ടി ഇവിടുന്ന് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് സ്വർണമേ അല്ല എന്നുള്ളൊരു നിലപാട് ദേവസ്വം തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈ മഹസർ തയ്യാറാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല. നടന്നു എന്ന് കോടതി തന്നെ കണ്ടെത്തിയ സ്ഥിതിക്ക് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം പര്യാപ്തമല്ല എന്നുള്ളതാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ശ്രീ ജയസഖിൽ, ഇതിൽ കോൺഗ്രസിന്റെ ഇപ്പം നോക്കൂ, സാധാരണഗതിയിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയ വിവരങ്ങൾ വരുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ മിനിങ്ങാന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ആരോപണമൊക്കെ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ആ തരത്തിലുള്ള ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചില ചിത്രങ്ങൾ, അതിൽ നിങ്ങളുടെ ദേശീയ നേതാക്കളുണ്ട്, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്, നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ നേതാക്കളുണ്ട്, UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്, ഇങ്ങനെ അധികാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും എല്ലാ കേന്ദ്രങ്ങളിലും എല്ലാ ഇടനാടുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണോ കോൺഗ്രസും ഈ വിഷയത്തിൽ ഒരു പ്രക്ഷോഭത്തിനോ പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലുമോ കരുത്തുള്ള ഒരു പ്രതികരണത്തിനോ പോലും തയ്യാറാവാത്തത്? അത് അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണെന്ന് കൃത്യമായി പറയേണ്ടി വരും. കാരണം ഈ വിഷയത്തിനകത്ത് കൃത്യമായ പ്രതികരണം നടത്തി UDF നേതാക്കന്മാർ തന്നെയാണ്. ബഹുമാന്യായ പ്രതിപക്ഷ നേതാവിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? നമ്മുടെ ഇവരുടെ കപട അയ്യപ്പ സംഗമം നടത്തി, ആ അയ്യപ്പ ഭക്തിയുടെ പേരിൽ നടത്തിയ കപട അയ്യപ്പ സംഗമം എന്ന് ആദ്യം പറയും UDF തന്നെയാണ്. എന്താണ് പെട്ടെന്ന് എന്താണ് അവർക്കൊരു അയ്യപ്പനോടൊരു സ്നേഹം വന്നത്? ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നടന്ന കൊടിയ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ആദ്യം ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് UDF ആണ്, കോൺഗ്രസ് ആണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏറ്റവും അധികം ബന്ധമുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്താണ്. കാരണം കേരളത്തിലെ ഒരു സഖാക്കന്മാർക്കും അദ്ദേഹത്തിന്റെ അടുത്ത് നേരെ പോയി ഒരു ഫോട്ടോ എടുക്കാൻ പോലും അധികാരമില്ലാത്തൊരു സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംസ്ഥാന പോലീസിന്റെ മേധാവിയും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ശബരിമലയിലേക്കുള്ള വാഹനത്തിന്റെ താക്കോൽ കൈമാറുന്ന രംഗം പോലും നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. എന്ത് സ്വാധീനമാണ് ഇവിടെ ഉള്ളത്? ഇപ്പോൾ കേരളത്തിലെ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ സമയത്ത്, ഈ റൂളിംഗ് പാർട്ടി നടക്കുന്ന സമയത്ത് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള, കോൺഗ്രസിൽ നിന്ന് പോയ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ സമയത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? ഇവിടെ തൊട്ട് മുമ്പായിട്ടിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? നിങ്ങൾ വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പത്മകുമാർ പറയുകയാണ് ഇത് സ്വർണ്ണപ്പാളിയിലെ ചെമ്പാണെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇവിടെ ഏത് കാലഘട്ടത്തിലാണ് അഴിമതി നടന്നതെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കാവുന്നതല്ലേ? പൊതുസമൂഹത്തിന് മുന്നിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ പരിശോധിച്ചാൽ മതി. പിന്നെ രണ്ടാമതൊരു കാര്യം, ദേവസ്വം ബോർഡ് ദേവന്റെ സ്വത്തുക്കൾ സൂക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ മാനുവലിനകത്ത് കൃത്യമായ രേഖകൾ പറയുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെതായ ചുമതലകളുണ്ട്. ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡിന്റെ ആ ഒരു പർട്ടിക്കുലർ ആ ഏരിയയിൽ വരുന്ന എന്തെങ്കിലും ഒരു വികസനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡിങ്ങോ, ഈ പറയുന്ന പോലെ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളിന് എന്താണ് ദേവസ്വം ബോർഡുമായിട്ടുള്ള ബന്ധം? എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ അയ്യപ്പന്റെ സ്വത്ത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 39 ദിവസം കൊണ്ടുപോകാനുള്ള അനുമതി എവിടെ നിന്ന് ലഭിച്ചു? ഇവിടെ 1999 വിജയമല്യ കൃത്യമായി ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി തന്നെ അവിടെ സ്വർണം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി, സ്വർണ്ണ പാളി നൽകുന്ന സാഹചര്യമുണ്ടായി, ദേവപാലക വിഗ്രഹത്തിന് സ്വർണം പൂച്ചുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ദേവസ്വം രേഖകളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഒരു പച്ച പരമ യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് 2019 ദേവസ്വം ബോർഡ് തന്നെ കൊടുക്കുന്ന ആ ഒരു സർക്കുലറിനകത്ത് അത് ചെമ്പ് പാളിയാണ്, ചെമ്പ് തകിടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡിന് എങ്ങനെ അവിടെ അത്തരത്തിൽ അന്ന് ഈ പറയുന്ന ഒരു സർക്കുലർ കൊടുക്കാൻ കഴിയും? എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ഈ പറയുന്നത് പോലെ ആ ഒരു തകിട് കൊടുത്തുവിടാനായി കഴിയുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡുമായിട്ടുള്ള ബന്ധം എന്താണ്? ദേവസ്വം ബോർഡ് മന്ത്രിയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ LDF സർക്കാരുമായി, ഈ ഗവൺമെന്റുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മൾ ആഴത്തിലൊന്ന് പരിശോധിക്കേണ്ടത് ഏത് തരത്തിലാണ്. ഇപ്പോൾ നമ്മൾ വ്യക്തിപരമായി നമ്മൾ എടുക്കുക, നമ്മുടെയൊക്കെ വീട്ടിലൊരു സ്വർണ്ണാഭരണം പോലും നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ കയ്യിൽ ബാങ്കിൽ ലോക്കറിൽ വെക്കാനോ അല്ലെങ്കിൽ ഗോൾഡ് പണയം വെക്കാനോ നമുക്ക് കൊടുത്തുവിടാൻ കഴിയില്ല. എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ദേവന്റെ സ്വത്തായിട്ടുള്ള, ദേവസ്വം ബോർഡിന്റെ സ്വത്തായിട്ടുള്ള, സർക്കാരിന്റെ സ്വാധീന
വലയം അത്രമാത്രം സംരക്ഷണത്തിലിരിക്കുന്ന ഈ അയ്യപ്പന്റെ സ്വത്തുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു ബന്ധവും ദേവസ്വം ബോർഡുമായിട്ടോ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ടോ ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് പോകുന്നു. ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം അത് തന്നെയാണ്. വിഷയങ്ങളൊക്കെ ആദ്യത്തെ ദിവസം മുതൽ, അതായത് ഈ ആദ്യം ഇത് കോടതിയുടെ അറിവില്ലാതെ കൊണ്ടുപോയി എന്ന വിവരം പുറത്തു വരികയും പിന്നീട് 2019 ഇത് സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയി, അത് ആരുടെയും അനുമതിയോ അല്ലെങ്കിൽ സാന്നിധ്യമോ ഇല്ലാതെയാണ് എന്ന് കോടതി ഉത്തരവിൽ നിന്ന് തന്നെ വ്യക്തമായ ദിവസം മുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ അതിനൊന്നും കൃത്യമായ മറുപടി ഉണ്ടാകുന്നില്ല. ആകെ ഉണ്ടാകുന്നത് മാനുവലിൽ ഒരു ലംഘനമുണ്ടായി, അത് സംഭവിച്ചതാണ് എന്ന കാര്യത്തിൽ മാത്രം ഒരു സ്ഥിരീകരണമാണ്. പക്ഷേ അതാണ് ഈ കാര്യങ്ങൾക്ക് മുഴുവൻ വഴിവെച്ചതെന്നും അതിന്റെ ഗൗരവ സ്വഭാവം അത്രയേറെയാണ് എന്നതും സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പോലും യാതൊരുവിധ മറുപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇപ്പോൾ പർപ്പസ്ഫുള്ളി ഈ രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് BJPയുടെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് 2019 മുതൽ ഇങ്ങോട്ടുള്ള രേഖകളാണ് നിലവിൽ ലഭ്യമായിരിക്കുന്നത്. അതിനു മുൻപുള്ള രേഖകൾ മറച്ചു വെക്കപ്പെടുന്നു, അതിനു മുൻപുള്ള വിവരങ്ങൾ ലഭ്യമാകാതെ ഇരിക്കുന്നു, അതിനു മുൻപുണ്ടായിരുന്ന വസ്തുവകകളിൽ ഈ പാളികളിലടക്കം നഷ്ടമുണ്ടാകുന്നു എന്ന സാഹചര്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അതിലിനി സംശയാസ്പദമായ ഒരു സാഹചര്യവുമില്ല, നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ പാനലിസ്റ്റുകൾ ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത്. എന്താണ് അങ്ങയുടെ മറുപടി? എല്ലാത്തിനും മറുപടി ഉണ്ട്. ഒന്ന്, ആഗോള അയ്യപ്പ സംഘം വൻ വിജയമായതോടുകൂടി കേരളത്തിലെ പ്രതിപക്ഷത്തിന് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എത്ര വലിയ കടന്നാക്രമണമാണ് ശബരിമലയ്ക്കെതിരായിട്ടും അയ്യപ്പ സംഗമത്തിനെതിരായിട്ടും നമ്മുടെ നാട്ടിൽ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമം അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ ക്ഷേത്ര സംഗീതത്തെക്കുറിച്ച് ലോകമാകെയുള്ള ശ്രദ്ധ ക്ഷണിക്കാനും വ്യക്തിപരമായി ഓരോരുത്തരും ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ദേവസ്വം ബോർഡുമായി ട്രാൻസാക്ട് ചെയ്യാനും ഇടവരുന്ന വിധം ഇടനിലക്കാരെ ഒഴിവാക്കുക, അവതാരങ്ങളെ ഒഴിവാക്കുക, ഇപ്പോൾ വന്ന പോറ്റി പോലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കുക എന്ന ശരിയായ ചുവടുവെപ്പാണ് അയ്യപ്പ സംഗമമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെ കീഴിൽ കേരളത്തിൽ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുമ്പോൾ അത് കൃത്യമായി നിർവഹിക്കപ്പെടുന്നുവെന്ന് ഉറപ്പ് നൽകുന്നതാണ് ഇപ്പോൾ ഉണ്ടായ അയ്യപ്പ സംഗമത്തിൻ്റെ ഫലശ്രുതി. അതുകൊണ്ട് അതിനെ വിവാദത്തിലാക്കാൻ നോക്കുന്നവർ യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, സെപ്റ്റംബർ 17 ഈ 2 പീഠങ്ങൾ കാണാനില്ല എന്ന ഒരു പരാതി ഈ പോറ്റി ഉന്നയിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം പോറ്റിക്കൊപ്പമായിരുന്നു. പോറ്റിയെപ്പോലെ വിശുദ്ധൻ വേറെ ഉണ്ടായിരുന്നില്ല. അയ്യപ്പ സംഗമത്തെ ആക്രമിക്കാൻ പ്രതിപക്ഷത്തിന് പോറ്റിയെ കിട്ടിയപ്പോൾ മാധു പരാതിപ്പെട്ടതുപോലെ മിനിങ്ങാന്നല്ല പ്രതിപക്ഷ നേതാവ് ഇറങ്ങി തിരിച്ചത്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന പിറ്റേന്ന് വന്നു, മാധു അത് കണ്ടില്ല. കാണാഞ്ഞിട്ടായിരിക്കത്തില്ല, പ്രതിപക്ഷ നേതാവിന് ഉശിര് പോരാ എന്ന മാധുവിൻ്റെ ആ പരാതിക്ക് അടിസ്ഥാനമില്ല. പ്രതിപക്ഷ നേതാവിന് ഉശിര് പോരാ വിവാദവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ സങ്കടം കണ്ടു മാധുവിൻ്റെ സങ്കടം കണ്ടല്ലോ. സങ്കടം കണ്ടു, സങ്കടം കുഴപ്പമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് പിറ്റേ ദിവസം സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി. ആ പീഠം കാണാതെ പോയപ്പോൾ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി. ഫേസ്ബുക്ക് പോസ്റ്റ് വേണം ഞാൻ അങ്ങോട്ട് മാധുവിന് ഇപ്പോൾ ഇട്ട് തരാം. 17-ാം തീയതിയാണ് സംഭവമെങ്കിൽ 18-ാം തീയതി പിണറായി വിജയൻ സ്വർണ്ണക്കള്ളനായി. എന്നിട്ട് അവസാനം എന്ത് പറ്റി? ഇവരെല്ലാം ഛർദ്ദിക്കുന്ന ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞാൽ BJPക്കാർക്ക് ഛർദ്ദിയാണ്. ഇവരെല്ലാം ഛർദ്ദിക്കുന്ന ദേവസ്വം വിജിലൻസാണ് ആ 2 പീഠങ്ങളും കണ്ടെത്തിയിട്ട് ഇത് ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്ററിൽ കൈമാറിക്കൊടുത്ത സാധനമല്ല, അത് പോറ്റി 2 ഉണ്ടാക്കിയെങ്കിലും ദേവസ്വം ബോർഡിന് കൈമാറിയിരുന്നില്ല എന്ന് പെങ്ങളുടെ വീട്ടിൽ നിന്ന് പിടിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇവിടെ എല്ലാം അരാജകാവസ്ഥയാണ്, കണക്കില്ല, ചാക്കിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. 3 കാര്യം ഞാൻ കേട്ടല്ലോ. രജിസ്റ്റർ ഇല്ല, പിന്നെ ചാക്കിൽ കൂട്ടിയിട്ടിരിക്കുന്നു. ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് BJPയുടെ വക്താവെന്ന് പറഞ്ഞ ഒരാൾ പറയണത്? ഏത് കടലാസാണ് ഇല്ലാത്തത്? 99 വിജയമല്യ അവിടെ സമർപ്പിക്കപ്പെട്ടപ്പോൾ സമർപ്പിക്കപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയെന്നറിയാനുള്ള രജിസ്റ്റർ ശങ്കുട്ടിദാസിന് വേണോ? ആ രജിസ്റ്റർ ദേവസ്വം ബോർഡിലുണ്ടെന്നേ. ഇല്ലെങ്കിൽ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണൻ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ആധികാരികമായിട്ട് ഈ ചർച്ച പറയുകയാണ്, ആരും ഒരു വിവാദം ഉണ്ടാക്കണ്ട. 18 സ്ട്രോങ് റൂമുണ്ട്, എല്ലാത്തിലും CCTV ഉണ്ട്. ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ സാറിനോട് ചോദിച്ചേ, CCTV ഇല്ലാത്ത സ്ട്രോങ് റൂമുണ്ടോ? അവിടെ A-B-C ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടോ? A എന്ന് പറഞ്ഞാൽ കൃത്യമായി ദേവന് ഉപയോഗിക്കത്തക്ക വിധം എപ്പോഴും എടുക്കേണ്ടതില്ലാത്ത തിരുവാഭരണങ്ങൾ. 2 നിത്യപൂജയ്ക്ക് എടുക്കേണ്ട പെട്ടെന്ന് എടുക്കേണ്ട കാര്യങ്ങൾ. C എന്ന് പറയുന്നത്
ദേവസ്വത്തിന് അല്ലെങ്കിൽ ഓരോ ക്ഷേത്രങ്ങളിലും സമർപ്പിക്കപ്പെട്ടത്. അത് റിസർവ് ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട് 3 കോടി രൂപ ദേവസ്വം ബോർഡിന് കിട്ടിയെന്നേ. അതിൻ്റെ കണക്ക് വന്നാൽ കണ്ടില്ലേ? ഇത് ഫലപ്രദമായി ചെയ്തൊരു ദേവസ്വം ബോർഡാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നല്ലേ ഏറ്റവും അവസാനത്തെ ഓഡിറ്റ് വന്നിരിക്കുന്നത്. ഇത് കൈ ഇരിക്കുമ്പോൾ BJPയുടെ വക്താവ് ഇന്ന് വന്നിട്ട് പറയുകയാണ്, അയ്യോ അവിടെ കണക്കില്ല, ഇത് നിങ്ങൾ ആരും കൊടുക്കരുത്, ഞങ്ങൾ വിശ്വഹിന്ദു പരിഷത്ത് പിരിവ് നടത്താൻ കുറേ അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ കൊടുക്കാവൂ. ഇത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അമ്പലങ്ങൾക്ക് വേണ്ടി പണപ്പിരിവ് നടത്താൻ വേണ്ടി ഇതെല്ലാം കുഴപ്പമാണെന്ന് വരുത്താൻ വേണ്ടി ഇവരുടെ രാഷ്ട്രീയ കളിയാണ്. അതുകൊണ്ട് ആധികാരികമായിട്ട് പറയുകയാണ്, ശബരിമലയിൽ എല്ലാ കാര്യങ്ങളും ദേവസ്വം ബെഞ്ചിൻ്റെ നിയന്ത്രണത്തിലാണ് ചെയ്യുന്നത്. ഇത്തവണ ഒരു വീഴ്ച പറ്റി എന്താണ്? തലമ്പാറുവെന്ന ഉദ്യോഗസ്ഥൻ ഇത് കൈകാര്യം ചെയ്തപ്പോൾ ദേവസ്വത്തിൻ്റെ തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അത് കൃത്യമായും ആ ദേവസ്വത്തിൻ്റെ ചുമതലയുള്ള ജഡ്ജിയെ അറിയിക്കണമെന്ന കാര്യം അദ്ദേഹം വീഴ്ച വരുത്തി. അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ തെറ്റാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തപ്പോൾ കോടതിക്ക് മനസ്സിലായി. പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇപ്പോൾ രജിസ്റ്റർ ഉണ്ട് എന്ന് അങ്ങ് പറയുന്നു. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസിനോട് രജിസ്റ്റർ വേണമോ ശങ്കു എന്ന് ചോദിക്കുന്നു. അങ്ങനെ രജിസ്റ്ററും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അത് ചെമ്പായിരുന്നു എന്ന് പറയാൻ കഴിയുന്നത്? അപ്പോൾ മല്യ സ്വർണം കൊടുത്തിട്ടില്ല എന്നാണോ? അതോ രജിസ്റ്ററിൽ മല്യ സ്വർണം കൊടുത്തിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതോ രജിസ്റ്ററിൽ മല്യ സ്വർണം കൊടുത്തിട്ടുണ്ട് എന്ന കാര്യമേ പരാമർശിച്ചിട്ടില്ലേ? 98 അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലേ? ഈ രജിസ്റ്ററൊക്കെ ഉണ്ടാകുന്ന മുമ്പ് ഒരു സാധനമുണ്ട്. വിജയമല്യ ഇത് പുതിയ വന്നപ്പോൾ ഹൈക്കോടതി കേസ് വന്നപ്പോൾ എന്തുണ്ടായി? എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു പ്ലാൻ അവിടെ വിജയമല്യ സമർപ്പിച്ചിട്ടുണ്ട്. ആ പ്ലാൻ കോടതി അംഗീകരിച്ചിട്ടാണ് കോടതി റിട്ട് തീരുമാനം എടുത്തത്. ആ തീരുമാനം എടുത്തതിൽ എത്ര കിലോ സ്വർണം എന്നതിൽ പറയുന്നുണ്ട്, എത്ര കിലോ ചെമ്പെന്നതിൽ പറയുന്നുണ്ട്. എൻ്റെ അറിവനുസരിച്ച് ഏതാണ്ട് 1900 കിലോ ചെമ്പ്. ഈ പറയുന്ന ശ്രീകോവിലടക്കം അതിന് മേൽക്കൂരി അടക്കം മുഴുവൻ സ്വർണ്ണമാണോ? അതിൽ ചെമ്പ്, ആ ചെമ്പിന്മേൽ സ്വർണം ക്ലാഡ് ചെയ്തു, സ്വർണം പതിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൻ്റെ ഘനത്തിൽ ആ സ്വർണം പതിപ്പിച്ചു. എല്ലായിടത്തും പതിപ്പിച്ചോ? താഴികക്കുടത്തിൽ സ്വർണം പതിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. താഴികക്കുടത്ത് സ്വർണം പൂശുക ചെയ്തതെന്നാണ് എൻ്റെ അറിവ്. പരിശോധിക്കണം. ഈ ശില്പങ്ങൾ, ദ്വാരപാലക ശില്പങ്ങളിൽ ഇത് പതിപ്പിക്കാൻ പറ്റുകയാണോ അതോ പൂശുകയാണോ ചെയ്തത്? കോൺഗ്രസിന്റെ പ്രതിനിധി പൂശി എന്ന് പറഞ്ഞു, ചെല്ല് പതിപ്പിച്ചു എന്ന് പറഞ്ഞു. അല്ല, അങ്ങ് പറഞ്ഞ ഈ 1900 കിലോ ചെമ്പാണ്. 1900 കിലോ ചെമ്പിന്റെ കണക്ക് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. 30.3 കിലോ സ്വർണത്തിന്റെ കാര്യം പറയുന്നില്ലേ? അങ്ങ് പറഞ്ഞു കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഞാൻ വേണേ ആ മഹസർ മുഴുവൻ ആ കേസിലെ മുഴുവൻ രേഖ വായിക്കാനല്ലോ എന്നോട് പറഞ്ഞത്. അല്ല, അങ്ങ് ഞാൻ മഹസറിന്റെ മുഴുവൻ കാര്യങ്ങൾ വായിക്കാൻ പറഞ്ഞിട്ടില്ല. അങ്ങ് വലിയ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. അത് ചെമ്പിന്റെ കണക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. ചെമ്പിന്റെ കണക്കേ ഇപ്പോഴും കേൾക്കാനുള്ളൂ എന്നോട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങേക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അതിൽ സ്വർണം ഉണ്ടായിരുന്നോ? ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞു കേട്ടില്ലേ, താഴികക്കുടത്തിൽ സ്വർണം പൂശി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വർണ്ണം ഉണ്ടെന്ന് കേൾക്കാനുള്ള കാതുകൾ മാധുവിനുണ്ടല്ലോ. രണ്ടാമത്, ഒരു പേപ്പറിൻ്റെ ഘനത്തിൽ സ്വർണം അതിൽ അടിച്ചു പരത്തി ചെയ്യുകയായിരുന്നു എന്ന കാര്യം പറഞ്ഞപ്പോൾ സ്വർണ്ണം ഇല്ലെന്നാണോ ഉണ്ടെന്നാണോ മനസ്സിലാക്കുന്നത്? നിങ്ങൾ കുറേ നിങ്ങൾ കുറേ ദിവസമായല്ലോ നിങ്ങൾ ഇത് വിവാദം ഉണ്ടാക്കുന്നു. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കൂ. മാധു ഞാനും തമ്മിലുള്ള ചർച്ചയിൽ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു പേപ്പറിന്റെ ഘനത്തിൽ സ്വർണം അതിൽ പതിപ്പിച്ചു എന്ന് പറഞ്ഞ ഞാൻ എന്തുകൊണ്ട് സ്വർണം വിജയമല്യ നൽകി എന്ന് പറഞ്ഞില്ല എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഈ ചർച്ചയിൽ തന്നെ എത്രത്തോളം മാധു വല്ലാത്തൊരു ബോധത്തിലേക്ക് പോയി. എന്തിനാണ് അത് മനസ്സിലാക്കണം. എന്ത് വേണം? നമുക്ക് രണ്ട് കാര്യം എടുക്കാം. വിജയമല്യ അവിടെ ചെയ്ത കാര്യത്തിന് രേഖയുണ്ടെന്നാണ് എൻ്റെ വാദം. അത് വിജിലൻസിന്റെ കയ്യിലുണ്ട്. ഈ പോറ്റിയെ കൊണ്ട് ആ 2 വീടും പെങ്ങളുടെ വീട്ടിൽ നിന്ന് എടുപ്പിച്ച വിജിലൻസുകാർ ബാക്കി എടുപ്പിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് വിജിലൻസിൻ്റെ രേഖ കിട്ടിയിട്ടുണ്ട്. ആ രേഖയ്ക്കകത്ത് വിജയമല്യ ചെയ്ത കാര്യം അവിടെയുണ്ട്. രണ്ടാമത്, ഞാൻ 2019 ഉത്തരവ് വായിച്ചു. ഉത്തരവ് ഞാൻ കാണുന്നത് എന്താണെന്നറിയോ? തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം കമ്മീഷണർ, എഞ്ചിനീയർമാരടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ കൃത്യമായി ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഒരു അനുമതി കൊടുത്തിട്ടുണ്ട്.
അനുമതി കൊടുത്തപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥൻ ചെമ്പ് പാളി എന്നാണ് റെഫർ ചെയ്തത്. അപ്പോൾ അഴിച്ചെടുത്തത് എന്താണെന്ന് മഹസറിലുണ്ട്. അഴിച്ചെടുത്തതിൻ്റെ മഹസറുണ്ട്, അത് വിജിലൻസിൻ്റെ കയ്യിലുണ്ട്. അപ്പം എന്താണ് പോറ്റി കൊണ്ടുപോയത്? പോറ്റിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ വ്യവസ്ഥയില്ല. അതാണ് നിങ്ങൾ രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്. 2019 നിങ്ങൾ എ പത്മകുമാറിൻ്റെ കാലത്ത് ഉത്തരവ് ചിന്തയിൽ ഇരിപ്പുണ്ട്, മാധുവിൻ്റെയിലും കിട്ടിക്കാണും. ഞാൻ ആ ഉത്തരവ് നോക്കി. ഒരു പോറ്റിയും ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകാൻ ആ ഉത്തരവിൽ പറയുന്നില്ല. അതിൻ്റെ കസ്റ്റഡി പോറ്റിക്ക് വിട്ടുകൊടുത്തിട്ടില്ല. 43 ദിവസം എവിടെയെങ്കിലും കൊണ്ടുവെക്കാൻ പോറ്റിയെ ആ ഉത്തരവിൽ അധികാരപ്പെടുത്തിയിട്ടില്ല. തിരുവാഭരണ കമ്മീഷണറും ദേവസ്വം കമ്മീഷണറും എഞ്ചിനീയർമാരും കൂടി എങ്ങനെയാണോ 2025 ചെയ്തത്, ഈ വിവാദം വരുമ്പോഴാണല്ലോ 2025 ഇത് കൈകാര്യം ചെയ്തത്. 2025 ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെ കൈകാര്യം ചെയ്തോ അതേപോലെ മാത്രം കൈകാര്യം ചെയ്യാനാണ് 2019 അനുവാദം. ആ അനുവാദത്തിൽ നിന്ന് വ്യത്യസ്തമായി പോറ്റിയുടെ പക്കൽ ഒറ്റയ്ക്ക് അത് കൊടുത്തുവിടാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കാരണക്കാരായെങ്കിൽ വിജിലൻസുകാർ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നേ. അത് വിജിലൻസ് ആ പണി ചെയ്യട്ടെ. ആ പണി ചെയ്യുന്നതിന് പകരം പോറ്റിയുടെ ആ പീഠത്തിൻ്റെ കള്ളം കണ്ടുപിടിച്ച അയ്യപ്പ സംഗമത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നുണ പൊളിച്ച ആ വിജിലൻസ് വേണ്ട. പിന്നെ ആര് വരണം? പിന്നെ ആരെ വേണം? ഇവിടെ തന്നെ ശങ്കൂട്ടിദാസ് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മാധു തർക്കിച്ചില്ല? ഈ 2 ശില്പങ്ങളിൽ 2.5 കിലോ സ്വർണം പൂശിയെന്ന് ആരോ പറഞ്ഞു എന്ന് അദ്ദേഹം പറയണു. ഏത് രേഖ വെച്ചാണ് പറഞ്ഞത്? ആരോ ഒരാൾ പറഞ്ഞു. ഏത് വിജയമല്ലിയുടെ പണിക്കാരൻ പറഞ്ഞു 2.5 കിലോ സ്വർണം പൂശിയെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 2.5 കിലോ സ്വർണ്ണത്തെ പൂശാൻ പറ്റുമോ? നിങ്ങൾ ചെയ്ത് നമുക്കെന്തു ആകാം, ഒരു ചർച്ചയ്ക്കകത്ത് എന്തു ആകാം. നിങ്ങൾ സർക്കാരിനെ കളിപ്പിക്കാൻ, സർക്കാരിനെ ആക്രമിക്കാൻ, ശബരിമലയെ ആക്രമിക്കാൻ, അയ്യപ്പ സംഗമത്തെ ആക്രമിക്കാൻ എല്ലാവരും കൂടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇടപെടുകയാണ്. ഇപ്പോഴും അങ്ങ് പറയുന്നില്ല എന്തുകൊണ്ടാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് അത് ഇപ്പോൾ പണ്ട് മഹസറിൽ ചെമ്പെന്നാണ് രേഖപ്പെടുത്തിയത് ഉദ്യോഗസ്ഥൻ എന്നങ്ങ് പറയുമ്പോൾ മുൻ ദേവസ്വം പ്രസിഡന്റ് ഇപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷവും അത് ചെമ്പാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞത് ഏത് മഹസറിന്റെയും ഏത് രജിസ്റ്ററിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ടായിരുന്നു. അത് അങ്ങ് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ആധികാരികമായതിൽ പറയേണ്ട ഒരാളായിരുന്നു. അല്ല, അങ്ങേക്ക് മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയോ? ഉത്തരം പറയാം. അല്ല, എന്നോട് ചോദിച്ചാൽ ഉത്തരം പറയാം. ഞാൻ നേരത്തെയും ഈ ചോദ്യം തന്നെ ചോദിച്ചത്, പക്ഷെ അങ്ങ് പറഞ്ഞില്ല. അവസരം തരണം. ഇപ്പൊ തന്നെ ഉത്തരം പറയാം. ഞാൻ ആടിനെ പട്ടിയാക്കാൻ അനിൽകുമാർ അവർക്കുള്ള കഴിവ് വളരെ മികച്ചതാണ്. കാരണം ഇപ്പൊ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വർണ്ണമുണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഒന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നന്നായിരുന്നു. അവിടെ സ്വർണ്ണമുണ്ടോ? ഇവിടെ ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ കാര്യം കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുകയാണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി 39 ദിവസം പുറത്ത് ചെന്നൈയിൽ ഉൾപ്പെടെ പല വിവിധ സ്ഥലങ്ങളിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാത്രം ഉണ്ടായിരുന്നപ്പോൾ അവിടെ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്ന കാര്യം കോടതി പറയുന്നുണ്ട്. അല്ല, അത് അനിൽകുമാർ അവർ പറയാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്ന് പറയണം. അപ്പൊ 39 ദിവസം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി പൂജ നടത്തുന്ന സമയത്ത് ദേവസ്വം ബോർഡ് അതിനകത്ത് പങ്കുണ്ടായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കട്ടെ. അദ്ദേഹം എല്ലാം പറഞ്ഞു പോകുമ്പോൾ എന്റെ കയ്യിൽ വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, അധിക സമയമാണ്. മറ്റു പാനലിസ്റ്റുകൾ ഒരുപക്ഷെ എന്നോട് അതിൽ പരാതി പറയുകയും ചെയ്യും. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തിനാണ് ചെമ്പെന്ന് പറഞ്ഞത് എന്നത് സംബന്ധിച്ച് അങ്ങേക്ക് അറിയാമോ? വളരെ ചുരുക്കി പറയണേ. കൃത്യമായിട്ട് ഉത്തരം പറയാം. 2019 ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് ഞാൻ മനസ്സിലാക്കുന്നത് വായിച്ചു നോക്കി. അപ്പോൾ എന്താണ് കണ്ടത്? തന്ത്രിമാരടക്കമുള്ളൊരു ശുപാർശ ചെയ്തിട്ടുണ്ട്. അതിൽ ചെമ്പ് തെളിഞ്ഞിട്ടുണ്ട്. ചെമ്പ് തെളിഞ്ഞതുകൊണ്ടാണ് അത് മാറ്റണമെന്ന് പറഞ്ഞത്. അത് മാറ്റാൻ കാരണം എന്താണ്? അതിനു മുമ്പ് അതിൻ്റെ വാതിൽ മാറ്റി അത് സ്വർണ്ണപ്പാളി വെച്ചിരുന്നു. വാതിലിനൊത്ത് നോക്കുമ്പോൾ ദ്വാരപകാല ശില്പങ്ങൾ മങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് മാറ്റാൻ തീരുമാനിച്ചു. ഉദ്യോഗസ്ഥന്മാർ ചെമ്പെന്നാണ് എഴുതിയത്. പക്ഷെ സംഭവിച്ചെന്താണെന്ന് അറിയണത് എന്ത് വേണം? അത് അഴിച്ചപ്പോൾ ഒരു മഹസർ ഇവിടെയുണ്ട്. രാധാകൃഷ്ണൻ സാറിന് അക്കാര്യം അറിയാം. അഴിച്ചപ്പോൾ ഉള്ള മഹസർ വിജിലൻസ് എടുത്തിട്ടുണ്ട്. ഇന്ന് ശ്രീ എ പത്മകുമാർ എന്ത് പറഞ്ഞാലും അഴിച്ചപ്പോൾ എന്താണുള്ളത് അതാണ് ദേവസ്വത്തിൽ അത് നന്നാക്കാൻ സ്മാർട്ട് ക്രിയേഷൻസ്. അങ്ങനെ ശരി, ഞാൻ ഇടപെടുകയാണ്. അങ്ങനെ എ പത്മകുമാർ എന്ത് പറഞ്ഞാലും എന്ന് പറയാൻ പറ്റില്ല. ഉത്തരവാദിത്വത്തോടു കൂടി അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഉത്തരവാദിത്വപൂർവ്വം പറയണത്. പിന്നെ ഒന്ന് മങ്ങി എന്ന് പറഞ്ഞാൽ അത് ചെമ്പാണ് എന്ന് ആധികാരികമായി പറയുന്ന രീതി എവിടെ നിന്നാണ് ഉണ്ടാവുന്നതെന്ന് അറിയില്ല. മഹസറിൽ ഉദ്യോഗസ്ഥർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം അത് എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്. അങ്ങനെ ഉദ്യോഗസ്ഥരുടെ തോന്നിവാസത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുക്കാനാണെങ്കിൽ അതിന് മുകളിൽ ദേവസ്വം ബോർഡിന്റെ ആവശ്യമില്ല എന്നതുകൂടിയാണ് സാധാരണ മനസ്സിലാക്കുക. ഒരിടവേള തിരിച്ചു വരാം. ശ്രീ സി ആർ രാധാകൃഷ്ണൻ, ഇപ്പോൾ മഹസറിൽ അന്ന് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത് ചെമ്പെന്നാണ്.
ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ പറയുന്നത് ഞാൻ ചെമ്പാണ് കൊണ്ടുപോയത് എന്നാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെമ്പാണ് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ ആധികാരികമായ രേഖകളും ആധികാരികമായത് പറയേണ്ട ആളുകളും എല്ലാം ചെമ്പ് എന്ന് പറയുന്ന ഇടത്ത് ഇനി ഏത് അന്വേഷണത്തിലാണ് സ്വർണം എന്ന് തെളിയുക? ഇതിപ്പോൾ 99 രജിസ്റ്ററിൻ്റെ എൻട്രിയാണ് ആധികാരിക രേഖയായിട്ട് എടുക്കേണ്ടത്. ആ എൻട്രി 30.3 കിലോ സ്വർണം തന്നെ അതിൽ എൻട്രി ഉണ്ട്. അങ്ങനെ അത് ഇപ്പോൾ ചെമ്പായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോഷണത്തിനാണ് കേസെടുക്കേണ്ടത്. കാരണം അങ്ങനെയാണെങ്കിൽ ആ രജിസ്റ്റർ ഉൾപ്പെടെ മോഷ്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ അന്വേഷണത്തിൽ കൊണ്ടുപോകുന്നത്. ഈ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഒരു പാളിയൊന്നുമല്ല ഇട്ടത്. കാരണം ഇത് ഗോൾഡ് പിന്നെ പേപ്പറിൻ്റെ കനത്തിലാക്കിയിട്ട് മെർക്കൂറിക് പ്രോസസ്സാണ്. 5 ലെയർ 7 ലെയറൊക്കെ കൊണ്ട് അതിൻ്റെ പരിതസ്ഥിതിക്ക് അനുസരണമാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ മേൽക്കൂരയിൽ 5 ലെയറും അതിൻ്റെ ദ്വാരപാല വിഗ്രഹങ്ങളിൽ 7 ലെയറുമാണ് ഒട്ടിച്ചിട്ട്. അപ്പം നമ്മുടെ കൊടിമരത്തിന് പോലും ഒരുപാട് കെറുവൊക്കെ ഉണ്ട്. ആ കൊടിമരത്തിൻ്റെ പ്രോസസ്സിങ് പോലും ഇങ്ങനെയാണ്. 9 കിലോ സ്വർണ്ണമൊക്കെ ആവും ഒരു കൊടിമരത്തിന്. അപ്പോൾ ഈ പ്രോസസ്സിൽ എടുക്കുന്ന സ്വർണം കൂടുതലാവും. മറിച്ച് പൂശാനായിട്ട് ഇതിൻ്റെ 10-1 സ്വർണം മതി. അപ്പോൾ ഈ ശ്രീകോവിലി അന്ന് ചെയ്ത ഈ 998 ചെയ്ത ഇത് പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഈ മെർക്കൂറിക് പ്രോസസ്സാണ്. അത് ഒന്നിന് പുറകെ ഒന്നായിട്ട് 5 ലെയർ 7 ലെയർ എന്ന് വെച്ചാൽ ഈ ദ്വാരപാല വിഗ്രഹങ്ങളിൽ ആളുകൾ സ്പർശിക്കുന്നത് അതൊരു 6 അടി ഉയരമുള്ള വിഗ്രഹങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പാദഭാഗത്താണ് കൂടുതൽ സ്പർശം വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ചിലപ്പോൾ മങ്ങലുണ്ടാവാം. മേളിലോട്ട് യാതൊന്നും ബാധിക്കാൻ വഴിയില്ല. മാത്രമല്ല അന്ന് ചെയ്ത 98 ചെയ്ത ശ്രീകോവിലിൻ്റെ മേൽക്കൂരയ്ക്ക് യാതൊരു മങ്ങലും ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ സ്വർണ്ണമൊക്കെ അന്ന് 5 ലെയർ ഒട്ടിച്ചതൊക്കെ അതുപോലെ തന്നെ അതേ തിളക്കത്തോടെ നിലനിൽക്കുന്നെങ്കിൽ ദ്വാരപാലകത്തിൻ്റെ മാത്രം എങ്ങനെ ചെമ്പായി? അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന്, ഇതിൻ്റെ ചട്ടങ്ങൾ ലംഘിച്ച് ഇത് കൊണ്ടുപോയത്. അത് ഈ 2018 കൊണ്ടുപോയി 25 കൊണ്ടു. പക്ഷേ ഈ 2 പ്രസിഡന്റുമാരുടെ ഇടയ്ക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അന്ന് ഗുരുതരമായ ഒരു ചോർച്ചയുണ്ടായി. അന്ന് അത് അവിടെ വെച്ച് തന്നെ പരിഹരിക്കുകയുണ്ടായി. അപ്പോൾ അതാ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ എടുത്തുകൊണ്ട് പോയതും മഹസറിൽ ചെമ്പായതുമൊക്കെ വളരെ എന്നുവെച്ചാൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ദുരൂഹമായ കാര്യങ്ങളാണ്. ഈ 99 നമ്മുടെ രേഖകളിൽ ശബരിമലയുള്ള തിരുവാഭരണം രജിസ്റ്ററിൽ വളരെ വ്യക്തതയോടുകൂടി ആ സ്തൂപിക എന്ന് വെച്ചാൽ അതിൻ്റെ താഴികക്കുടം വരെ ഒട്ടിപ്പാണ്. അപ്പം ഈ ഇലക്ട്രോണിക് പ്രോസസ്സിനുള്ള സംവിധാനം പിന്നെ അവിടെ ഇല്ല. ഈ മെർക്കൂറി പ്രോസസ്സ് ചെയ്യുന്നിടത്ത് ഇലക്ട്രോണിക് പ്രോസസ്സ് ചേർത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, ഈ മെർക്കൂറി പ്രോസസ്സ് ചെയ്തിരുന്ന ഈ പിന്നെ ദ്വാരപാല വിഗ്രഹങ്ങളിൽ ചെമ്പ് പൂശാൻ പറ്റില്ല. കാരണം അത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണമെങ്കിൽ അത് ആസിഡിക് പ്രോസസ്സിലൂടെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തേ പൂശാനൊക്കൂ. അപ്പം അവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പം ഇത് ചെമ്പേ അല്ല. ചെമ്പാന്ന് പറയുന്നത് ഒന്നുമില്ല ഇററായിരിക്കും, അല്ലെങ്കിൽ അത് പർപ്പസ് ആയിരിക്കും. അങ്ങനെയാണ് അതിൽ മോഷണം തെറ്റായിട്ടോ അല്ലെങ്കിൽ സൂക്ഷ്മതയില്ലാതെ രേഖപ്പെടുത്തി എന്ന് പറയാം. പക്ഷെ ഇപ്പോൾ ആധികാരികമായി പറയേണ്ട അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ചെമ്പാണ്, ചെമ്പ് തെളിഞ്ഞതാണ് എന്ന് ആവർത്തിച്ചു പറയുന്നതോ? അത് പറഞ്ഞത് ശരിയല്ല. കാരണം 98, 99 ഇത് വളരെ നമ്മൾ സ്വീകരിക്കുമ്പോൾ വളരെ വ്യക്തതയോടുകൂടി അന്ന് 4-ാം നമ്പർ രജിസ്റ്ററിൽ എൻട്രി ഉണ്ടാവും. ആ രജിസ്റ്റർ ഇല്ലെങ്കിൽ ആ രജിസ്റ്റർ ഉൾപ്പെടെ ഈ തെപ്റ്റിന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും അതിനൊന്നും യാതൊരു സംശയങ്ങളുമില്ല. ദ്വാരപാല വിഗ്രഹങ്ങളിലെ ചെമ്പാകാൻ യാതൊരു വഴിയുമില്ല. ചിലപ്പോൾ ഈ ആളുകൾ നാണയം എറിയുന്നതുകൊണ്ടോ തൊഴാൻ ഉൾക്കുള്ള ആളുകളോ ഡ്യൂട്ടി ജീവനക്കാരോ ശാന്തിക്കാരോ അകത്തേക്ക് പോകാൻ പാദത്തിൽ ഈ 2 സൈഡിലുള്ള ദ്വാരപാല വിഗ്രഹങ്ങൾക്ക് ഒരു 6 അടിയൊക്കെ ഉയരമുണ്ട്. അതിൻ്റെ പാദങ്ങളിൽ സ്പർശിക്കുകയോ വല്ലതും ചെയ്ത് വിരൽ സ്പർശം കൊണ്ട് വല്ലതും അതിൻ്റെ മങ്ങിയാൽ ഒരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഒരു സാധ്യത നമുക്കൊക്കെ വലിയ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അത് ചെമ്പാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ വരാം. ഒരിക്കലും ചെമ്പാവാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം പറയൂ പൂർത്തീകരിക്കോ. അല്ല, ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ രേഖകൾ അഥവാ നമ്മുടെ തിരുവാഭരണം രജിസ്റ്റർ അവിടെ ഇല്ലെങ്കിൽ അതുൾപ്പെടെ പോയതിനെ പറ്റി അത് വളരെ ശക്തമായ പോലീസ് നടപടികളാണ് ഉണ്ടാവേണ്ടത്. ഈ ക്ഷേത്ര മോഷണത്തിൽ എന്ത് നടപടികൾ എടുക്കുമോ അതുപോലുള്ള നടപടികളാണ് എടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, അടുത്ത ശങ്കുട്ടി ദാസ്, ഈ രേഖകളെല്ലാം
കൃത്യമായി അങ്ങേക്ക് വേണമെങ്കിലും ആവശ്യപ്പെട്ടാൽ നൽകാൻ പാകത്തിൽ ദേവസ്വം ബോർഡിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ദേവസ്വവുമായി നേരിട്ട് ഭക്തർക്ക് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന, സ്പോൺസർമാർക്ക് ഇടപെടാൻ കഴിയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള അവതാരങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം അടക്കം നടത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയതും കത്ത് ഇടപാട് നടത്തിയതും ഇതേ ദേവസ്വം ബോർഡാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഘടകവിരുദ്ധത എന്ന് വിചാരിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ മാത്രമല്ല, ഇതിനകത്ത് ഈ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ BJPക്കാർക്ക് ഛർദ്ദിക്കുകയാണ് എന്ന് തോന്നുന്ന ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ പീഡത്തിന്റെ കാര്യം ദേവസ്വം ബോർഡിന് അഭിമാനാർഹമാകുന്നത് എങ്ങനെയാണ്? അത് ആവർത്തിച്ച് ചോദിച്ചും വീണ്ടും വീണ്ടും അത് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് അത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണത്തിന് ഉത്തരവാദിത്തമുള്ള ഒരു എൻറ്റിറ്റി ആണ് എന്നിരിക്കെ എങ്ങനെയാണ് അത് രാഷ്ട്രീയമായി അത് BJPക്കാർക്ക് ഛർദ്ദിക്കാൻ തോന്നുന്ന തരത്തിലുള്ള കാര്യം മാത്രമാണ്? അതിനപ്പുറത്ത് ഈ പീഡമടക്കം കണ്ടെത്തിയത് ദേവസ്വത്തിന്റെ അഭിമാനാർഹമായ നേട്ടമാണ് എന്ന് പറഞ്ഞു വെക്കാൻ കഴിയുക? നോക്കൂ, എനിക്ക് മുൻപ് സംസാരിച്ച ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ രാധാകൃഷ്ണൻ സാറ് വ്യക്തമാക്കിയത് ഞാൻ കഴിഞ്ഞ ഊഴത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് വിജയമല്യയുടെ കാലഘട്ടത്തിൽ കോടതിയുടെ ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഗോൾഡ് പ്ലേറ്റിംഗ് അല്ല, ഗോൾഡ് ക്ലാഡിംഗ് ആണ് നടത്തിയത്. 14 പാളികളിലായിട്ട് 7 ലെയറുകളായിട്ട് ഗോൾഡ് ക്ലാഡിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. വലിയ തൂക്കത്തിലാണ് സ്വർണം. അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞ കണക്ക് പ്രകാരം പ്ലേറ്റ് ചെയ്തതിൻ്റെ 10 ഇരട്ടി സ്വർണം വേണ്ടി ഒരു ക്ലാഡ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ പ്ലേറ്റ് ചെയ്തത് 49 പവൻ കൊണ്ടാണ് 2019. അതിൻ്റെ 10 ഇരട്ടി എത്രയാണ്? കണക്കൂട്ടിക്കോളൂ. ഇവിടെ ശ്രീ അനിൽകുമാർ വളരെ ബോധപൂർവ്വം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു. ആ 3 കാര്യങ്ങൾക്ക് ഞാൻ വേഗത്തിൽ മറുപടി പറയാം. ഒന്ന്, അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് ആരോ കൊണ്ടുവന്നിട്ട ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിവാദം ഉണ്ടായതെന്ന്. അത് തെറ്റാണ്. ഈ കാര്യങ്ങൾ ഇവിടെ ഉടലെടുക്കുന്നത് ഹൈക്കോടതി സ്വമേധയാ എടുത്തിട്ടുള്ള കേസിന്റെ അടിസ്ഥാനത്തിലാണ്. 2019 സ്വർണം പൂശിയിട്ടുള്ള സംഗതികൾ വീണ്ടും അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് 2025 ഓഗസ്റ്റ് 24 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ സമീപിക്കുകയും 10 ഗ്രാം സ്വർണം കൂടി കൂട്ടിയിട്ട് വീണ്ടും ഒന്നും കൂടി അറ്റകുറ്റപ്പണി നടത്തി തരാമോ എന്ന് അപേക്ഷിക്കുകയും അദ്ദേഹം വിശാല മനസ്കൃതിയോടുകൂടി അത് സമ്മതിക്കുകയും അത് വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് കോടതിയുടെ അനുമതി ഇല്ലാതെയാണെന്ന് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി സ്വമേധയാ എടുത്തിട്ടുള്ള കേസിലാണ് ഈ നടപടി മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഈ കേസിലെ വാദിയല്ല, ഇതിലെ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 7th റെസ്പോണ്ടന്റ് ആണ്. ഇവിടെ പീഠം നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞത് സർക്കാരിനെതിരെയുള്ള ഒരു ആരോപണമായിട്ടല്ല, ദേവസ്വം ബോർഡിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായമായിട്ടാണ്. എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള തർക്കം? ഇവിടെ നിന്ന് 2019 മഹസറുകൾ കോടതി പരിശോധിച്ച സമയത്ത് ഇവിടെ നിന്ന് അഴിച്ചെടുത്തിട്ടുള്ള സമയത്ത് മഹസറിൽ 42.800 ഗ്രാം തൂക്കം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ കിലോ ആയിരുന്നു. അങ്ങ് തന്നെ മാതൃഭൂമി ന്യൂസിന്റെ ചർച്ചയിൽ തന്നെ ഇത് എത്രയോ തവണ പറയുന്നതാണ്. അത് അറിയാത്തത് കൊണ്ടല്ല അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഇത് അറിയാത്തത് കൊണ്ടല്ല, അത് അഡ്വക്കേറ്റ് അനിൽകുമാറിന് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഒരു വാചകത്തിൽ പറയാം. അപ്പോൾ ഈ 4.5 കിലോന്റെ വ്യത്യാസം പീഠം പോയതാവാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയാണ് ചെയ്തത്. ഇപ്പം ആ പ്രശ്നമൊക്കെ പോയി, പീഠം തിരിച്ചു കിട്ടി എന്നുള്ളത് കൊണ്ട്, ഇയാൾ ഒളിപ്പിച്ചു വെച്ച പീഠം തിരിച്ചു കിട്ടി എന്നുള്ളതുകൊണ്ട് ഈ പ്രശ്നം തീർന്നിട്ടില്ല. ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണം മുഴുവൻ എവിടെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. വിജയമല്യ സ്വർണം പതിച്ചിട്ടുള്ള ആ പറയുന്ന ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള 42.5 കിലോ സ്വർണ്ണ പണ്ടങ്ങൾ എവിടെ എന്ന ചോദ്യം ഇപ്പം നമുക്ക് ഉത്തരവില്ല. ഇപ്പം ഇവിടെ ഉള്ളത് ഹൈദരാബാദുകാരൻ വിനോദ് ജെയിൻ എന്ന് പറയുന്ന വ്യവസായി പുതിയതായി നിർമ്മിച്ച ചെമ്പുപാളിയുടെ മേലെ 49 ഓൻ സ്വർണം പതിച്ചിട്ടുള്ള പുതിയ ഗോൾഡ് പ്ലേറ്റ്സ് ആണ് എന്നതാണ് ആദ്യത്തെ പ്രശ്നം. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു ഈ ചാക്കിൽ കെട്ടിയിട്ടാണ് സ്വർണം വെച്ചത് എന്ന കണക്ക് എനിക്ക് എവിടെ നിന്നാണ് കിട്ടി? ഞാൻ ഭാവനയിൽ നിന്ന് എടുത്ത് പറയാണ്, ഇവിടെ വിജിലൻസിലെയും ദേവസ്വം ബോർഡിനെയും ഇതാക്കാന്ന് പറയാണ്. നോക്കൂ, ജില്ലാ ജഡ്ജിയുടെ അന്വേഷണം ഉത്തരവിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതാണ്, ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ട്രോങ് റൂമുകൾ പരിശോധിച്ചിട്ടുള്ള വിജിലൻസ് SP ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്നത്തെ ദിവസം മാതൃഭൂമിയിൽ വന്നിട്ടുള്ള വാർത്ത, ആ വാർത്തയിൽ സ്വർണ്ണപീഠം കണ്ടെത്തിയില്ലെന്ന് മാത്രമല്ല ശബരിമലയിലുള്ള സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു കണക്കുമില്ല വിജിലൻസ് SP കോടതി അറിയിച്ചിരിക്കുന്നത്. തിരുവാഭരണം രജിസ്റ്ററിലാണ് ശബരിമലയിലെ സ്വർണം സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ സ്ട്രോങ് റൂം വിശദമായി പരിശോധിച്ചിരുന്നതായും വിജിലൻസ് SP പറഞ്ഞു. ഇനി ഈ വാചകം നോക്കിക്കോളൂ, സ്ട്രോങ് റൂമിൽ സ്വർണ്ണാഭരണങ്ങൾ ഒരു പെട്ടിയിലും സ്വർണ്ണ നാണയങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രജിസ്റ്ററുകളിൽ ഒന്നിനെയും സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ശബരിമലയിലുള്ള വസ്തുക്കളെ സംബന്ധിച്ച് ഒരു കണക്കുകളും വിവരങ്ങളും രജിസ്റ്ററുകളിൽ ലഭ്യമല്ല എന്ന് വിജിലൻസ് കോടതി അറിയിച്ചു. നോക്കൂ, വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായി വന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട്
ചെയ്തിട്ടുള്ള ഒരു കാര്യം ഞാൻ ചർച്ചയിൽ പറയുമ്പോൾ ഇത് ഇവരുടെ വിജിലൻസിനെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൽ എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട്. ഇനി ഇങ്ങനെ ഒന്നുമല്ല പറഞ്ഞത്, ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് എങ്കിൽ ഹൈക്കോടതി ഈ ജഡ്ജിയെ അതിന്റെ ഈ കണക്കെടുപ്പിന് നിയോഗിക്കേണ്ട ആവശ്യവുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അയ്യപ്പ സംഗമത്തിന്റെ മഹാവിജയം കൊണ്ട് ആളുകളെല്ലാം എന്താണ് ഭയപ്പെട്ടിട്ട് എന്തൊക്കെയോ ആരോപണം ഉന്നയിക്കുന്ന. എന്താണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ വിജയം? 4000 പേര് വരുമെന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് 563 ആൾക്കാർ വന്നതാണോ? അതോ ഹൈക്കോടതിയിൽ ഇതിന്റെ ചെലവൊന്നും ദേവസ്വം ബോർഡ് വഹിക്കില്ല എന്ന് തെറ്റായ സത്യവാങ്മൂലം കൊടുത്തതിന് ശേഷം ഇതിനു വേണ്ടിയിട്ട് 3 കോടി രൂപ ദേവസ്വത്തിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കുകയും ഈ പറയുന്ന പ്രതിനിധികൾക്കിടയിൽ യാതൊരു വിവേചനവും ഉണ്ടാക്കില്ലെന്ന് ഹൈക്കോടതിക്ക് ഉറപ്പ് കൊടുത്തത് ലംഘിച്ചുകൊണ്ട് ഇവർക്ക് റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് ദേവസ്വത്തിന്റെ ഫണ്ടിൽ നിന്ന് 10 ലക്ഷവും 8 ലക്ഷവും 5 ലക്ഷവും ഒക്കെ കൊടുത്ത് എന്താണ് റൂമുകൾ എടുത്തു കൊടുത്തതാണോ? ഹൈക്കോടതിയെ പോലും വഞ്ചിച്ചുകൊണ്ട് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളതാണോ? ആ സംഗമത്തിൽ ഈ പറയുന്നത് പോലെ ആളുകളുടെ പങ്കാളിത്തം ഇല്ലാതിരുന്നിരുന്നെങ്കിൽ പോലും സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളെ കിട്ടി എന്നതൊരു വിജയമാക്കി ഘോഷിക്കുന്നതാണോ ഇവരുടെ വിജയം എന്നൊന്നും എനിക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം ഹൈക്കോടതിയിൽ നടപടികൾ നേരിടാൻ തയ്യാറായിരിക്കുകയായിരിക്കുമല്ലോ ഇവര്. പ്രശ്നം നിങ്ങളുടെ അയ്യപ്പ സംഗമമൊന്നുമല്ല. അയ്യപ്പ സംഗമം 2025-ലാണ്. ഇത് 2019 നടന്നിട്ടുള്ള മോഷണമാണ്. 6 കൊല്ലം മുൻപേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും കൂടി ഇവിടുന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയത് ഈ 2025 വരാനിരിക്കുന്ന അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി. അപ്പൊ BJPക്കോ കോൺഗ്രസിനോ ഇയാൾ ഉപയോഗിക്കാന്ന് വിചാരിച്ചിട്ടല്ലോ. ഇവിടെ 2019 നടന്നിട്ടുള്ള തിരിമറി കോടതിയുടെ സ്വമേധയായുള്ള ഇടപെടൽ കൊണ്ടാണ് പുറത്തു വന്നത്. ഇവർ ആരെങ്കിലും തിട്ടപ്പെടുത്തിയിട്ടുള്ളതല്ല. ശരി, ശ്രീ ജയസഖിൽ, ഇപ്പൊ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കോടതിയിൽ സർക്കാർ പറഞ്ഞതാണ് ദേവസ്വം ഫണ്ട് ഉപയോഗിക്കില്ല എന്നുള്ളത്. പക്ഷേ ദേവസ്വം കമ്മീഷൻ ഉത്തരവിട്ട് 3 കോടി രൂപ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഇന്നിപ്പോൾ പുറത്തു വരുന്നത് ഈ അനുവദിക്കപ്പെട്ട അക്കൗണ്ടിൽ നിന്ന് അവിടുത്തെ ഞാൻ ആ ഹോട്ടലുകളുടെ ഒരു ബുക്കിംഗ് എമൗണ്ട് നോക്കിയപ്പോൾ പലയിടത്ത് ഇപ്പോൾ 19,000 രൂപ ഒരു ദിവസത്തെ മുറിയുടെ അവിടുത്തെ ഒരു വാല്യൂ ആണ്. ചിലയിടത്ത് 19,000 രൂപ, ചിലയിടത്ത് 24,000 രൂപ. ഈ നിലയ്ക്ക് ലക്ഷൂറിയസ് ആയ സൗകര്യങ്ങൾ നൽകി അത്യാഡംബരപൂർവ്വം ഡെലഗേറ്റ്സിനെ വിളിച്ചു വരുത്തിക്കൊണ്ടാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നത്. അതിന്റെ പണം ചെലവഴിച്ചിരിക്കുന്നത് പ്രാഥമികമായി ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നാണ്. അതിന് സ്പോൺസർമാരുടെ ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്ത് തിരികെ വെക്കും, ഹൈക്കോടതിക്ക് കൃത്യമായ കണക്ക് കൊടുക്കും എന്ന വാദമാണ് നിലനിൽക്കുന്നത്. എങ്കിൽ പോലും അത് ഹൈക്കോടതിയെ ഇരട്ട നിർത്തിക്കൊണ്ടല്ലേ അങ്ങനെ ചെലവഴിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചിരുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അത് കൃത്യമായ ഹൈക്കോടതിയുടെ ലംഘനം തന്നെയാണ്. ഹൈക്കോടതിയുടെ ഒരു വിധിയിൽ ഉണ്ടായിട്ടുള്ള ലംഘനം തന്നെയാണ്. കോടതിയെ ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ആഗോള അയ്യപ്പ സംഗമം വൻ വിജയമാണെന്നൊക്കെ പ്രിയപ്പെട്ട അനിൽകുമാർ അവർ പറയുന്നത് കേട്ടു. എന്ത് വിജയമാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ളത്? ഏത് തരത്തിലാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അല്പമെങ്കിലും ആത്മാർത്ഥത അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് അയ്യപ്പനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശബരിമല സന്നിധാനത്ത് നടത്തിയ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് എത്രയോ ഭക്തർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസുകൾ ഏതെങ്കിലും പിൻവലിച്ചത് ശേഷം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കടന്നിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞേനെ. പക്ഷേ അത്തരത്തിലുള്ള ആത്മാർത്ഥത നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നിങ്ങൾ നടത്തിയത് കൊടിയ അഴിമതിയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, 8.5 കോടി രൂപ ചെലവാക്കിക്കൊണ്ട് നിങ്ങൾ നടത്തിയ അയ്യപ്പ സംഗമം ഏത് തരത്തിൽ വിജയിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? 8.5 കോടി രൂപയുടെ ചെലവെന്തിനാണ്? ഇത്തരത്തിലുള്ള ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് എന്ത് നേട്ടമാണ് ശബരിമലയിലോ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിനോ ഏതെങ്കിലും തരത്തിൽ വരുമാനമോ ഏതെങ്കിലും തരത്തിൽ ഗുണമോ ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾ പറയുന്നു നിങ്ങൾ ആടിനെ പട്ടിയാക്കുന്ന വരുമാനം കണ്ടെത്താനുള്ള സംഗമമായിരുന്നില്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള ആശയങ്ങൾ ക്ഷണിച്ചു വരുത്താനുള്ള സംഗമമായിരുന്നു, വരുമാനം കണ്ടെത്താനുള്ള സംഗമമായിരുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞല്ലോ ആ സംഗമം നടത്താൻ 1 രൂപ പോലും സർക്കാരിൽ നിന്ന് ചെലവാക്കില്ല, ദേവസ്വം ബോർഡിൽ നിന്ന് ചെലവാക്കില്ല എന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനാണ്, ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാണ്. ആ പറയുന്ന പരിപാടിയുടെ തലേ ദിവസം പോലും ബഹുമാനായ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? 1 രൂപ പോലും ദേവസ്വം ബോർഡിൽ നിന്ന് എടുക്കില്ല എന്ന് പറയുന്നു. ദേവസ്വം ബോർഡ് ഏത് തരത്തിലാണ് അഫിഡവിറ്റ് കോടതിയിൽ കൊടുത്തത്? ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് 1 രൂപ പോലും ചെലവാക്കില്ല എന്ന് പറയുന്നു. പക്ഷേ ഉത്തരവിറക്കി ഈ പറയുന്ന 3 കോടി രൂപ ആർക്ക് കൊടുത്തു? ഊരാലിങ്കൽ സൊസൈറ്റി കൊടുക്കുകയാണ്. നാട്ടിലെ ഏതൊരു സാധാരണക്കാരനും അറിയാലോ ആരുടെയാണ് ഈ ഊരാലിങ്കൽ സൊസൈറ്റി എന്നുള്ള കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ തിരിച്ച് ഈ ഫണ്ട് ജനങ്ങളിൽ നിന്ന് പിരിച്ച് കണ്ടെത്തി ഈ ഫണ്ട് തിരിച്ചു കൊണ്ടുവന്നാൽ പോലും ഇത് കൃത്യമായ കോടതി ലക്ഷ്യം തന്നെയാണ്. അനിൽകുമാർ അവരെ ഇത് കൃത്യമായ കോടതി ലക്ഷ്യം തന്നെയാണ്. അങ്ങനെ വക്കീലല്ലേ, അങ്ങേക്ക് ഇത് അറിയാൻ പാടില്ല എന്നുണ്ടോ? അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന കാര്യം ഏറ്റവും വലിയ ഫ്ലോപ്പായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് സംശയം വേണ്ട. നിങ്ങളുടെ കൊടിയ അഴിമതികൾ, നിങ്ങളുടെ കൊടിയ കുറ്റകൃത്യങ്ങളെല്ലാം പുറത്തു വരാതിരിക്കാനുള്ള നിങ്ങൾ നടത്തിയ ഒരു ഗംഭീരമായ അഭിനയമായിരുന്നു. നിങ്ങളോടൊപ്പം അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ മാധു, വളരെ കൃത്യമായി പറയാം. നിങ്ങളോടൊപ്പം സാമുദായിക നേതാക്കൾ കൂടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ വളരെ സക്സസ് ആണെന്ന് പറയുന്നു. ഇന്ന് അതേ ബഹുമാനായ വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? CBI അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് പോലും തെറ്റുപറ്റി എന്നുള്ള നിലയ്ക്ക്
കയ്യിലേക്ക് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ശബരിമലയിൽ അത്തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് CBI അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നെ അനിൽകുമാർ അവർ പറഞ്ഞു വെച്ച ഒരു കൺക്ലൂഷൻ ഞാൻ പറയുകയാണ്. നിങ്ങൾ പറയുന്നു ഈ പറയുന്ന പോലെ രേഖകളിൽ അത് ചെമ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ഉദ്യോഗസ്ഥന് പറ്റിയ വീഴ്ചയാണ്. പക്ഷേ അത് അഴിച്ചുമാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് കൊടുത്തുവിട്ട സമയത്ത് അത് സ്വർണ്ണമാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ആധികാരികമായി പറയുകയാണ്. ഒരു കാര്യം പറയട്ടെ, സ്മാർട്ട് ക്രിയേഷന്റെ ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട പ്രതിനിധി മാധ്യമങ്ങൾ മുഴുവനുമായി കൃത്യമായി പറയുന്നു, ഒരു പ്രാവശ്യമെങ്കിലും സ്വർണം ഗ്ലാഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത്തരം ഉപകരണങ്ങൾ ഇവിടെ എടുക്കില്ല, വീണ്ടും അതിലേക്ക് സ്വർണം പൂശാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറാകില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ചെമ്പ് മാത്രമാണെന്ന് കൃത്യമായി പറയുന്നു. ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മൾ മറ്റേ ഒരു സിനിമയിൽ ഡെപ്പിക്കകത്ത് താക്കോലുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന പോലെ ജഗദീഷും കൊച്ചിൻ ഹനീഫയും കൂടെ പറയുന്ന ഒരു സിനിമ പോലെ യഥാർത്ഥത്തിൽ ഈ സ്വർണം അവിടെ ഉണ്ട്. ഡെപ്പിക്കകത്ത് സ്വർണ്ണമുണ്ടോ താക്കോലുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ അവിടെ സ്വർണ്ണമുണ്ടോ എന്നുള്ള കാര്യത്തിൽ CPM-ന്റെ പ്രതിനിധി കൃത്യമായ ഒരു മറുപടി പറയാൻ തയ്യാറാകണം. ഇവിടെ കൃത്യമായി ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇപ്പോൾ ദേവസ്വം ഫണ്ട് അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചെലവഴിക്കില്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞതിന് ശേഷം രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ ഈ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് വന്നതിന് ശേഷം ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം വന്നു എന്നിരിക്കെ, അങ്ങനെയാണെങ്കിൽ ഈ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് ഹൈക്കോടതിയോട് ദേവസ്വം ഫണ്ട് ഉപയോഗിക്കില്ല എന്ന് പറയുന്നത്. ഇനി ഹൈക്കോടതിയിൽ ആ കാര്യം പറഞ്ഞതിന് ശേഷമാണെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ടാണ് അത്തരത്തിൽ ഫണ്ട് ചെലവഴിച്ചത്. ഈ രണ്ട് കാര്യമാണ് എങ്കിലും അത് ഹൈക്കോടതി നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടോ ഹൈക്കോടതിയെ കബളിപ്പിച്ചുകൊണ്ടോ എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അത്തരം ഒരു സമീപനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്? അല്ല, ഒന്ന് നമ്മൾ വ്യാജ വാർത്തകളൊക്കെ നിർമ്മിക്കുമ്പോൾ ഓരോരുത്തരും എങ്ങനെ കെണിയിലാകുന്നുള്ളത് ഇന്നത്തെ ചർച്ചയിൽ ബോധ്യമായി. പാവ ശങ്കുട്ടിദാസിൻ്റെ ഒരു വാചകം ഞാൻ കേട്ടല്ലോ, സർപ്ലസ് ഫണ്ട്. ഇന്നലെ മുഴുവൻ മാതൃഭൂമി ന്യൂസും വൈകുന്നേരമായപ്പം മാധുവിൻ്റെ ഈ അന്ത്യചർച്ചയിലുമൊക്കെ എന്തായിരുന്നു സർപ്ലസ് ഫണ്ട് വെച്ചൊരു കളി. കുറേ നേരം സർപ്ലസ് ഫണ്ട് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് ഇന്ന് തന്നെ സർപ്ലസ് ഫണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാധു പിടിക്കാഞ്ഞത് ശങ്കുട്ടിദാസ് അറിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ വ്യാജങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് തൊണ്ടി സഹിതം പിടിക്കപ്പെടുമ്പോൾ അടുത്ത തവണ പുതുതായിട്ട് വരും. ഇതാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തനം. ഈ മാധ്യമപ്രവർത്തനം നിങ്ങൾ നിർത്തണം. കുറഞ്ഞപക്ഷെ ശബരിമലയുടെ കാര്യത്തിലെങ്കിലും ഇത്തരം പണി നിർത്തണം. ഇത് തെറ്റാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുകയാണ്. ഇന്ന് മാതൃഭൂമിയിൽ ഇടയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ നിങ്ങളുടെ ഒരു മാധ്യമപ്രവർത്തകൻ ഞാൻ മുമ്പ് തർക്കമുണ്ടായി. അവരെന്നോട് ആധികാരികമായിട്ട് പറയുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ട് അവിടെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ആ അക്കൗണ്ടിൽ പണമൊന്നും വന്നിട്ടില്ല. എന്നോട് ആധികാരികമായിട്ട് പറയുകയാണ്. ഇപ്പം എനിക്കറിയില്ലല്ലോ. ഞാനതുകൊണ്ട് അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു 2 കോടി രൂപ സ്പോൺസർഷിപ്പായിട്ട് പ്രത്യേക അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇതിനാവശ്യമായ പണം സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ആളുകൾ അതിന് പണം തരും. അപ്പോൾ നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ ഉടൻ തന്നെ ബാങ്ക് വിളിച്ചു ചോദിക്കുന്നു, ഇങ്ങനെ പൈസ വരാൻ വല്ല തടസ്സമുണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ കറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ഇതാണ് സത്യാന്വേഷണം. നിങ്ങൾക്കിപ്പോൾ വേണ്ടത് എന്താണ്? ഈ 2 ചേട്ടന്മാരൂടെ പറഞ്ഞു അയ്യപ്പ സംഘം പരാജയമാണ്. എങ്ങനെ പരാജയപ്പെടും? ശബരിമല പരാജയപ്പെടുമോ? ഇവർ വത്സൻ തില്ലങ്കേരി അവിടെ തിരിഞ്ഞു നിന്ന് തല തിരിഞ്ഞു നിന്ന് 18-ാം പടിയെ തിരിഞ്ഞു നിന്നിട്ട് ആ കേസ് പിൻവലിച്ചില്ലെന്ന് അഖില് പറയണത്. ആ കേസ് പിൻവലിച്ചില്ലെന്ന് അഖില് പറയണത്. ഏത് ഭക്തന്റെ തല തേങ്ങ അടച്ചു, ആ തേങ്ങ ഉടച്ച കേസ് പിൻവലിച്ചില്ലെന്നാ പോലീസ് സ്റ്റേഷന്റെ ബോംബെറിഞ്ഞു നെടുമങ്ങാട്. ആ കേസ് പിൻവലിച്ചില്ല. കോൺഗ്രസ്സുകാർ ബിജെപിയുടെ പേരുള്ള കേസ് പിൻവലിച്ചില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടല്ലോ. നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടെന്ന് ഇതങ്ങ് പിടി. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഊരാളുങ്കൽ ആരുടെയാണെന്നറിയാമല്ലോ. ആരുടെ ഊരാളുങ്കൽ? വാഗ്ബടാനന്ദൻ്റെ. കേട്ടിട്ടുണ്ടോ വാഗ്ബടാനന്ദനെ? ആരാ ദേശീയപാത പണിയുന്നത്? കാസർഗോഡ് പണി തീർന്നല്ലോ 99%. ടെൻഡർ എടുത്ത് നടത്തിയാരാ? ഊരാളുങ്കൽ. അവർക്കെന്താ കുഴപ്പം? ഇനി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ തന്നെ ഏത് പണിയും കൊടുക്കാമെന്ന് ഉത്തരവിറക്കിയ ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ. ഊരാളുങ്കലിന് കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഉത്തരവിറക്കിയത്. എന്താ ഉത്തരവ്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മാതൃകാപരമായ സൊസൈറ്റിയാണ്, അവർക്ക് പ്രൊജക്റ്റ് കൊടുക്കാം. ആ ഉത്തരവ് ദേവസ്വം ബോർഡ് നടപ്പാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഉത്തരവാണ്. കല്ലിട്ടത് ഉമ്മൻചാണ്ടിയാ. നിങ്ങൾ കല്ല് തപ്പ് കണക്കുണ്ടല്ലോ, അതിൻ്റെ കല്ല് ഉമ്മൻചാണ്ടിയുടെ കയ്യിലാണ്. പിന്നെ ഇപ്പം എന്താ ഇവിടെ ഉണ്ടായത്? ഇതിന് 8.5 കോടി രൂപ അടുത്ത നുണ നിർമ്മിച്ചിരിക്കുന്നു. മാതൃഭൂമിയെ കടത്തി വെട്ടിയ അഖില്. അതാണ് മാതൃഭൂമി ഇന്നലെ എന്നെ സർപ്ലസ് ഫണ്ടയിലാണ് കളിച്ചത്. മാധുവിനെ തന്നെ വിറ്റ കാശുമായിട്ടാണ് JS അഖിലിരിക്കുന്നത്. 8.5 കോടി രൂപ ഏതിന് ചിലവായി?
എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ അവിടെ വരുന്ന ഗസ്റ്റ്, അതിൽ കുറേ ആളുകൾ സ്വമേധയാ വന്നവരാ, ചില ആളുകളെ സർക്കാർ തന്നെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നവരാ. അവന് ആവശ്യമുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹോട്ടൽ വാടക ബില്ലും ഒക്കെ അക്കൗണ്ടഡ് ആണ്. ഒരു സംഘം ഒരു സർക്കാർ നടത്തി കഴിഞ്ഞ ഉടനെ അതിൻ്റെ അറ്റവും മുറി പിടിച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് ഇത് കേരളത്തെ തകർക്കാൻ, അയ്യപ്പനെ തകർക്കാൻ, ശബരിമലയെ തകർക്കാൻ ഇങ്ങനെ കുറേ ചർച്ചയായിട്ട് ഇറങ്ങിത്തിരിക്കാവും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഒന്നാമതായി ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട CR രാധാകൃഷ്ണൻ സാറിനോട് ചോദിക്കുക, സാറേ ഏതെങ്കിലും ഒരു രേഖ അവിടെ നശിപ്പിക്കാൻ പറ്റുമോ സാറേ? നിങ്ങൾക്ക് അങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ? നശിപ്പിക്കാൻ പിന്നെ ദേവസ്വത്തിൻ്റെ വിജിലൻസ് എന്ന് പറഞ്ഞാൽ വഴിപോക്കരാ, മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നവരല്ലേ? നിങ്ങളിത് കണ്ടിട്ടില്ലേ? അവിടെ ദേവസ്വത്തിൻ്റെ വിജിലൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നവരാണ്. ഒരു SP അവിടെ ചുമതലയുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കീഴിലാണ് ഈ അന്വേഷണം. പിന്നെ ഹൈക്കോടതിയെ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് വിചാരിച്ചാണ് അങ്ങ് അത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. എനിക്കതിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറഞ്ഞു പോവുക തന്നെ വേണം. ഒന്ന്, സർപ്ലസ് ഫണ്ട് എന്ന് ഇന്നലെ മാതൃഭൂമി ന്യൂസ് ഉപയോഗിച്ചു. ഞാനും അങ്ങ് നേരത്തെ പറഞ്ഞ മാധുവിന്റെ അന്തിച്ചർച്ചയിൽ ആ വാക്ക് ഉപയോഗിച്ചു. എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് ഇന്നലത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു. ദേവസ്വം കമ്മീഷണറാണ് ഈ ഫണ്ട് റിലീസ് ചെയ്യാനുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഫണ്ട് സർപ്ലസ് ഫണ്ടാണ് എന്നുള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ സുതാര്യമായി നടക്കുകയോ ഈ ഫണ്ട് ചിലവഴിക്കുകയോ ചെയ്യുന്നത്, ഇപ്പം ഇങ്ങനൊരു ഫണ്ട് ചെലവഴിക്കാൻ ഇതിപ്പം ഏതു ഹെഡിലാണെങ്കിലും 41 ഹെഡിലോ മറ്റോ ദേവസ്വം ബോർഡിൽ ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫണ്ട് ചെലവഴിക്കില്ല എന്ന് കോടതിയിൽ പോയി പറഞ്ഞതാരാണ്? ദേവസ്വം ബോർഡാണ്. അടുക്കൽ ആൾക്ക് പറഞ്ഞാണെന്ന് പൂർത്തീകരിക്കട്ടെ. എന്നിട്ട് ആ ഫണ്ട് ചെലവഴിച്ചു. അപ്പോൾ ആദ്യം നടന്നത് എന്താണ്? ഫണ്ട് ചെലവഴിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഫണ്ട് ചെലവഴിച്ചു. ഫണ്ട് ചെലവഴിക്കാനുള്ള ഉത്തരവിറക്കിയത് ദേവസ്വം കമ്മീഷണറാണ്. ഈ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് വാർത്താ സമ്മേളനം നടത്തിയല്ല ഇവിടുത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ ഇതറിഞ്ഞത്. അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ്. സ്വാഭാവികമായും നിങ്ങൾ, അതായത് ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വത്തോടെ സുതാര്യമായി പറയേണ്ട കാര്യം പറയാതിരുന്നത് കൊണ്ട് തന്നെ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവായതുകൊണ്ട് അത് സർപ്ലസ് ഫണ്ടാണ് എന്ന് പറഞ്ഞു. ഇനി ശരി, സർപ്ലസ് ഫണ്ട് എന്ന് ഉപയോഗിച്ചത് മഹാപരാധം, ശരി. ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചല്ലോ. ദേവസ്വം ഫണ്ട് ഉപയോഗിക്കില്ല എന്ന് കോടതിയിൽ പോയി പറഞ്ഞിരുന്നല്ലോ. ഈ പറയുന്ന 3 കോടി ട്രാൻസ്ഫർ ചെയ്ത ഇടത്തു നിന്നാണ് അവിടെയുള്ള ഈ ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലുകൾക്ക് ബില്ല്, അഡ്വാൻസ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ദേവസ്വം ഫണ്ട് ഉപയോഗിച്ചോ സർ? 5 കോടി രൂപ ഈ പറയുന്ന ഹെഡിൽ, ദേവസ്വം റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ഹെഡിൽ 5 കോടി രൂപ മുൻകൂറായി അനുവദിച്ചല്ലോ. അങ്ങനെ അനുവദിക്കാനുള്ള വകുപ്പുണ്ടായിരുന്നോ? അങ്ങനെ ഇനി അഥവാ അനുവദിച്ചുവെങ്കിൽ കോടതി നിർദ്ദേശം വന്നപ്പോൾ ആ ഫണ്ട് ചെലവഴിക്കാനോ ആ ഫണ്ട് മുൻകൂറായി കൊടുക്കാനോ ഉള്ള അനുമതി ഉണ്ടായിരുന്നോ കോടതിയുടെ നിർദ്ദേശം വന്ന പശ്ചാത്തലത്തിൽ എന്നുള്ളതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങയോട് പറയുന്നുള്ളത്, ഞാൻ എന്നെ വിറ്റ കാശ് വേറെ ആർക്കും പോക്കറ്റിൽ വെക്കാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വിറ്റ കാശ് പോക്കറ്റിൽ വെക്കാൻ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ട് എന്ന ധാരണ അങ്ങേക്കുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി മുന്നോട്ട് പോകണം എന്നതുകൂടി പറയുന്നു. അടുക്കൊരാൾക്ക് അങ്ങേക്ക് പറയാം. അല്ല, ഞാൻ ഈ വിറ്റകാശ് എന്ന് പറയുന്നത് ഉടനെ അത് ഏതെങ്കിലും തരത്തിൽ തെറ്റായി ധരിക്കണ്ട. നമ്മുടെ ഒരു നാട്ടുവർത്താനം പറഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതി. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മാധുവിന് സങ്കടമില്ലല്ലോ. മാധുവിനെ പോലെ ഒരാൾ ചർച്ചയിൽ പങ്കെടുക്കുന്നു, നല്ലൊരു മാധ്യമ പ്രവർത്തകയാണ്. 8.5 കോടി രൂപ നിങ്ങളുടെ ചാനലിലൂടെ ഒരാൾ തട്ടിവിടുകയാണ്. മാധുവിനെ അദ്ദേഹം വിറ്റിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ. വിറ്റിട്ടില്ലാത്ത കൊണ്ട് മാധു ചോദിക്കണമായിരുന്നു, എവിടെ നിന്ന് കിട്ടി 8.5 കോടി രൂപ? ഇന്നലെ സർപ്ലസ് ഫണ്ട്, ഇന്ന് അഖിലിന്റെ 8.5 കോടി. സ്വാഭാവികമായി ചോദിക്കേണ്ടതാണ്. പക്ഷേ ഈ ഉത്തരവിൽ MOU 8,22,42,147 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ ചോദിക്കും? MOU 8 കോടി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ ചോദിക്കും? ഇതൊന്ന് കേൾക്കൂ. ഇത് പറയട്ടെ സാർ. ഒന്നാമത്തെ കാര്യം ദയവായി മനസ്സിലാക്കണം. നിങ്ങളൊരു പദ്ധതി വരുമ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് വരും. 8.5 കോടിയൊന്നും കണക്കായിട്ടില്ല, ചെലവായിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഉണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ട ദേവസ്വം ബോർഡുണ്ട്. അവരൊന്ന് പ്രവർത്തിക്കട്ടെ. ഒരു അയ്യപ്പ സംഘം വന്ന ഉടനെ സുപ്രീം കോടതി വരെ ഹർജിയായിട്ട് പോയി. അപ്പോൾ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ പൈസ എടുത്ത് ചെലവഴിക്കാനല്ല, ഇത് തയ്യാറായിട്ട് സ്പോൺസർമാർ വരും, ഞങ്ങൾ അവരെ ഉപയോഗപ്പെടുത്തിക്കോളാം. അതിനായിട്ടൊരു അക്കൗണ്ട് തുടങ്ങി. അതിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറുള്ളവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്തോളും.
ഇനി അത് മുടക്കാനാണ് ഇത് പണമെല്ലാം വന്നു കഴിഞ്ഞു ഇനി ആരും കൈസെടുത്ത് എന്ന് മുടക്കാനാണ് വാർത്ത കൊടുക്കുന്നതിൽ ഒരു വിരോധമില്ല. ശരി ശരി ഞാൻ ഇടപെടുകയാണ്. എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ, അങ്ങ് ഇപ്പോൾ പറഞ്ഞപ്പോൾ പോലും, ഇപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ പോലും ആ അക്കൗണ്ടിലേക്ക് 2 കോടിയേ വന്നിട്ടുള്ളൂ. 8 കോടി 22 ലക്ഷം എന്ന് പറയുന്നത് ആ MOU പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ജയസഖ്യ എന്ന് പറഞ്ഞപ്പോൾ തിരുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത്. ഇനി അത്രയധികം ചെലവഴിച്ചിട്ടില്ല എന്ന് അങ്ങ് വിശ്വസിക്കുന്നു, അങ്ങ് പറയുന്നുണ്ട് എങ്കിൽ ദാ ഈ കാര്യങ്ങൾ നമ്മൾ കേരളീയമൊക്കെ നടത്തിക്കേണ്ടതല്ലേ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വന്നില്ലേ, അതുപോലെ തന്നെ ഈ കാര്യങ്ങളും പുറത്തേക്ക് വരട്ടെ. 45 ദിവസത്തെ ഒരു അവധിയാണ് കോടതി നൽകിയിരിക്കുന്നത്, അതിനകം പറയും എന്നുള്ളതാണ് പറയുന്നത്. 8 കോടി ചെലവഴിച്ചില്ല, സ്പോൺസർമാരിൽ നിന്ന് ഇപ്പോഴും 2 കോടിയെ അക്കൗണ്ടിൽ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3 കോടി അനുവദിച്ചതിൽ ഇനിയും ഈ പറയുന്ന 45 ദിവസത്തിനുള്ളിൽ സ്പോൺസർമാരിൽ നിന്ന് പണം സമാഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ദേവസ്വത്തിനുള്ളത് എങ്കിൽ അങ്ങനെയും നടക്കട്ടെ. പക്ഷേ ദേവസ്വം ചെയ്തത് ഫണ്ട് ചെലവഴിക്കില്ല എന്നുള്ളതാണ്. സ്പോൺസർമാരിൽ നിന്ന് കിട്ടുമെന്നാണ് വിശ്വാസം എന്നല്ല, സ്പോൺസർമാരിൽ നിന്ന് പണം കണ്ടെത്തിയാണ് ഇത് സംഘടിപ്പിക്കുക എന്നത് തന്നെയാണ് കോടതിയിൽ പറഞ്ഞത്. അതിനുവേണ്ടി ഞങ്ങൾ മുൻകൂറായി പണം കൊടുക്കുമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നതുകൂടിയാണ് ഈ വ്യവഹാരം, ഈ പറയുന്ന നിയമപ്രക്രിയ നേരിട്ട് കേട്ട മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടർമാർക്കടക്കം ബോധ്യമുള്ളതും മാധ്യമങ്ങളിൽ വന്നതുമായ കാര്യങ്ങൾ. അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വിശദീകരിക്കട്ടെ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.